Hello, good morning. Welcome one and all to the online classes on digital signal processing. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ പാർട്ട് 2 ആണ്. ഇസഡ് ട്രാൻസ്ഫോം ആണ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ നമ്മളൊരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസിൻ്റെ പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഫിനൈറ്റ് ഡ്യൂറേഷൻ കിട്ടുന്ന സമയത്ത് അങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. സോ ലെറ്റ് us മൂവ് ടു ദി ക്ലാസ്. So, is a transform of infinite duration sequence. നമുക്ക് സ്റ്റേറ്റ് അവേ പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ROC സ്റ്റാൻഡ്സ് ഫോർ റീജിയൻ ഓഫ് കൺവേർജൻസ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റീജിയൻ ഓഫ് കൺവേർജൻസ് ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ്. സോ ലെറ്റ് us proceed with an example. So question: determine the Z transform and ROC of the signal x of n equal to a raised to n u of n. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ സിഗ്നൽ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ ഈക്വൽ ടു എ റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. സോ വി ക്യാൻ സേ ലെറ്റ് us say that u of n is some function of n and a raised to n is a coefficient of u of n. So we can move to the solution. The given signal is causal and
of infinite duration. The Z transform of x of n is given by ഇവിടെ നമ്മൾ ഇവിടെ Z ട്രാൻസ്ഫോമിനുള്ള ജനറൽ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. ക്യാപിറ്റൽ X ഓഫ് Z ഈക്വൽ ടു സിഗ്മ n ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി x of n z raised to minus n. So which is equal to sigma n is equal to 0 to നമുക്ക് ഇതിനെ n equal to 0 to ഇൻഫിനിറ്റി വരെയുള്ള ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഇവിടെ ഇതൊരു കോസൽ സീക്വൻസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ജസ്റ്റ് നമുക്ക് ഇതിനകത്തുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ കോഎഫിഷ്യൻ്റ് a raised to n വരുന്നതുകൊണ്ട് so suppose you are substituting n equal to 0, this becomes 0, totally becomes 0. So sorry, a raised to n becomes 1 and u of 0, that means a raised to n u of 0, so this becomes 1, so which is u of 0. അപ്പം ഇനി ഇവിടെ എന്നിന് പോസിറ്റീവ് വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാം. പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ പുട്ട് n equal to 1, so then a raised to 1 which is a, u of 1, then a raised to 2, u of 2 and so on. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സീക്വൻസ് കിട്ടുകയാണെങ്കിൽ, സോ ഇതിവിടെ തന്നൊരു പ്രോബ്ലത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ദ ഗിവൺ സിഗ്നൽ ഈസ് കോസൽ. ഇതിൽ പ്രോബ്ലത്തിൽ നമുക്ക് പ്രോബ്ലത്തിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലായത് ഈ a raised to n u of n എന്നുള്ള സിഗ്നൽ എന്ന് പറയുന്നത് കോസലാണ്. അത് ഇതിൽ പാസ്റ്റ് ഇൻപുട്ട്സ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് അപ് ടു 0 വരെ ഉള്ള വാല്യൂസ് 0 ആണ്, വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമ്മേഷൻ ഇവിടെ സ്റ്റാർട്ടിഡ് വിത്ത് 0 to infinity. So we are starting with n equal to 0 to infinity since the signal is a causal signal. So a raised to n z raised to minus n, a raised to n z raised to minus n. ഇവിടെ സിഗ്നൽ തന്നിരിക്കുന്നത് എക്സ് ഓഫ് എൻ ഇസ്ക്വൽ ടു എ റൈസ് ടു എൻ യു ഓഫ് എൻ എന്ന് പറയുന്നത്, ഈ യു ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ്. അപ്പോൾ വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എൻ, വാട്ട് എവർ ദി ആംപ്ലിറ്റ്യൂഡ് യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1. സോ ദെർഫോർ എ റൈസ് ടു എൻ യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ. സോ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എൻ. ഇപ്പോൾ നമ്മളിവിടെ സമ്മേഷൻ്റെ ഉള്ളിൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ നമുക്ക് തന്നിരിക്കുന്നത്, എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് as given in the question, the value of x of n is equal to a raised to n u of n. Since u of n is a unit step signal, u of n, so the value of u of n is equal to 1. So therefore we can have this x of n equal to a raised to n. Then സാധാരണ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ ഈ പറയുന്ന യു ഓഫ് എൻ എന്ന് പറയുന്ന പാർട്ട് നമ്മൾ ഇതൊരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആയതുകൊണ്ട് അതാണ് സിഗ്നൽ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യു ഓഫ് എൻ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യു ഓഫ് എൻ്റെ വാല്യൂ 1 ആണ്, പക്ഷേ ഇവിടെ ഫംഗ്ഷൻ യു ഓഫ് എൻ എന്ന് പറയുന്നത് അത് അവിടെ തന്നെ നിലനിൽക്കും. ഇത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് യു ഓഫ് എൻ എന്നുള്ളത് അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. So u of n is equal to 1. So x of n is equal to a raised to n, and substituting in the problem in the equation for x of z is equal to sigma n equal to minus infinity plus infinity x of n ന് പകരം നമുക്ക് ഇവിടെ a raised to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് x of n is equal to a raised to n into z raised to minus n, and summation will be between 0 and infinity. കാരണം ഇതൊരു causal sequence ആണ്. Since that is a causal sequence, the value of in the case of a step signal, as you know that the value of
the signal. ഇതാണ് ഒരു സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഹാസ് വാല്യൂസ് ഫ്രം 0 to സേ ഇൻഫിനിറ്റി. ഇപ്പോൾ പ്ലസ് ഇങ്ങോട്ട് പോകുന്നത് പ്ലസ് ഇൻഫിനിറ്റി വാല്യൂ ഉണ്ട്. പക്ഷേ നെഗറ്റീവ് മൈനസ് ഇൻഫിനിറ്റിയിൽ ദ വാല്യൂ ഇസ് അപ് ടു -0. ഫ്രം 0 to -infinity ദ വാല്യൂ ഈസ് 0. സോ ഫ്രം 0 to -infinity ദ വാല്യൂ ഈസ് 0. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പാർട്ട് സമ്മേഷനിൽ ഒഴിവാക്കാം. -infinity തൊട്ട് 0 എന്നുള്ള അവിടെ ആവശ്യമില്ല. 0 to +infinity മാത്രം എടുത്ത് കൺസിഡർ ചെയ്താൽ മതി. സോ യു ടേക്ക് ഫ്രം 0 to +infinity. സോ യു ചേഞ്ച് ദ ലിമിറ്റ് ഫ്രം -infinity to +infinity to 0, ഫ്രം -infinity to +infinity to 0 to +infinity. ഇവിടെ -infinity എന്നുള്ളത് എടുക്കേണ്ട. -infinity തൊട്ട് 0 വരെ ഇവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട്, ഇതൊരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആയതുകൊണ്ട് ഈ വാല്യൂ ഇല്ല. അപ്പോൾ ഇവിടെ 0 ആണ്. ആ -infinity തൊട്ട് 0 വരെ വാല്യൂ 0 ആണ്. കൂടാതെ ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 1 ആയതുകൊണ്ട് can take this. So ഇവിടെ since this is shown in continuous mode, ഇത് ആക്ച്വലി ഇൻ ദ ഡിസ്ക്രീറ്റ് മോഡാണ്. ഡിസ്ക്രീറ്റ് സീക്വൻസ് ആണ്. ഇങ്ങനെയാണ് സാമ്പിൾ സീക്വൻസ്. യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ സാമ്പിൾ സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ തരത്തിലാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 0 മുതൽ +infinity വരെ വാല്യൂ. ഇനി ഇവിടെ ഈ സാമ്പിൾസ് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് +infinity വരെ ഇങ്ങനെ സാമ്പിൾസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. സോ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു +infinity. സോ ക്യാൻ ടേക്ക് ദി value here. This is a raised to n z raised to -n. So here we have a raised to n. So x of n, since u of n is equal to 1, x of n is equal to a raised to n into 1, which is a raised to n. So substitute here in this equation, so that x of n is equal to a raised to n into z raised to -n. So you get equal to sigma x of z is equal to sigma n equal to 0 to +infinity a raised to n z raised to -n. Okay. So next we can simplify this. ഇവിടെ എക്സ്പ്രഷൻ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് we can write this as sigma n is equal to 0. ഇത് x of z ആണ്. ക്യാപിറ്റൽ X of z is equal to sigma n equal to 0 to +infinity. നമുക്കിവിടെ n എന്ന് പറയുന്നത് കോമൺ ഫാക്ടറായിട്ട് അത് a raised to m the whole raised to n ഫോമിലേക്ക് മാറ്റാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്ന ഇവിടെ. So that is x of z is equal to x of z, capital X of z equal to sigma n equal to 0 to infinity a raised to n z raised to -n നെ ഇവിടെ n എന്ന് പറയുന്നത് ഇത് കോമൺ ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യാം, a raised to m the whole raised to n ഫോമിലേക്ക് മാറ്റാം. അത് n എന്ന് പറയുന്നത് കോമൺ ഫാക്ടറായിട്ട് പവറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദിസ് ബിക്കംസ് capital X of z is equal to sigma n is equal to 0 to +infinity a z raised to -1 the whole raised to n. So now which is same as, so distribute the power among the two variables, coefficient and the variable, that is this becomes a raised to n z raised to -n. n എന്ന് പറയുന്നത് a raised to m, since a raised to m the whole raised to n is equal to a raised to m into n. അപ്പോൾ ഇവിടെ അതുപോലെ ഇതാണ് a raised to m. a raised to m എന്ന് പറയുമ്പോൾ ഇവിടെ a raised to 1 ആണ്. a raised to 1 z raised to -1 the whole raised to n. So this becomes a raised to 1 into n, that is a raised to n, then z raised to -1 into n, which is z raised to -n. So which is the previous equation obtained, a raised to n z raised to -n. ഈ ഫോമിലേക്ക് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. Now ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമാണ്. ആക്ച്വലി ദിസ് ഈസ് നോൺ ആസ് ദി ഇൻഫിനിറ്റ് സീരീസ്, and this is in the form of an infinite series. So the general form of the infinite series is, so this is an infinite, this is an infinite series, and we know that one plus r
1 plus r square plus r cube plus etc. equal to 1 divided by 1 minus r. ഇപ്പോൾ ഒരു ഇൻഫിനിറ്റ് സീരീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റ് സീരീസ് ഓഫ് ദ ഫോം 1 plus r square plus r cube. ഇപ്പോൾ ഇതിൻ്റെ പവേഴ്സാണ് അതെ. സോ ദിസ് r raised to 0 is 1, r raised to 0 is 1, so that is 1 plus r raised to 1 plus r raised to 2 plus r raised to 3 plus etc. So the series is 1 plus r square plus r cube plus etc. ഇങ്ങനെ ഒരു ഫോം കിട്ടിയാൽ we can write this as equal to 1 divided by 1 minus r. So the series, if you expand the series above in equation 1, say let us mark this as equation number 1, then we can find that this series also is similar to this series, infinite series. ഇതിനെ നമ്മൾ ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീരീസ് ഇത്തരത്തിലൊരു സീരീസ് കിട്ടും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു സീരീസ് കിട്ടുകയാണെങ്കിൽ അതിനെ ഈ ഒരു ഫോമിലേക്ക് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇതിൽ ഈ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഈ ഫസ്റ്റ് ഇക്വേഷൻ വരെയുള്ള പ്രോസസ്സ് ഇതിൻ്റെ പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്നും നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് സ്റ്റെപ്സ് നമ്മൾ ചെയ്യാനായിട്ട് കാര്യം. ഇവിടെ നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങോട്ട് എത്തിച്ചു, അതിൽ നിന്നും ഈ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിലായി. ഇത് ഇസ് എൻ ഇൻഫിനിറ്റ് സീരീസ് ആൻഡ് we know that we can express this as 1 divided by 1 minus r. So where r is equal to az raised to minus 1. അപ്പോൾ ഇവിടെ ഈ az raised to minus 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമുക്ക് ആറിന് പകരം കൺസിഡർ ചെയ്യാം az raised to minus 1. So therefore for ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് അപ്ലൈ ഉണ്ട്. അതായത് I already told you that 1 plus r square plus r cube plus etc. is equal to 1 divided by 1 minus r if modulus of r, that is magnitude of r, is less than 1. ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ പറയുന്നത് മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഷുഡ് ബി ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇൻ ദിസ് മാനർ, അതായത് 1 plus r square plus r cube plus etc. ഈക്വൽ ടു എന്നുള്ളത് 1 by 1 minus r എന്ന് എഴുതണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഈസ് ദാറ്റ് r should be, the magnitude of r or modulus of r should be less than 1. അപ്പോൾ ഇനി നമുക്ക് ഈ കണ്ടീഷൻ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-ൽ അപ്ലൈ ചെയ്യാം. സോ therefore for az raised to modulus of, ഇവിടെ r-ന് പകരം we can substitute az raised to minus 1. So because ഇക്വേഷൻ നമ്പർ 1-ൽ ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് r എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം സിഗ്മ n equal to 0 to infinity r raised to n. r raised to n എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n-ന് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ വാല്യൂ കൊടുത്താൽ നമുക്ക് ഈ സീരീസ് തന്നെ കിട്ടും. 1 plus r square plus r cube നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ആറിൻ്റെ സ്ഥലത്ത് ഇവിടെ നമ്മൾ എടുക്കുന്നത് az, r equal to az raised to minus 1 ആണ്. അപ്പോൾ ഇവിടെ ഈ az raised to minus 1 r എന്ന് എടുത്താൽ we get sigma summation n equal to 0 to infinity r raised to n. So if you expand the series you get 1 plus r square plus r cube plus etc. So which is equal to 1 by 1 minus r if modulus of r is less than 1. So for considering that we can take r is equal to az raised to minus 1. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ മോഡുലസ് ഓഫ് ആർ ലെസ് ദാൻ 1 എന്നുള്ളത് എന്തായി മാറും? മോഡുലസ് ഓഫ് az raised to minus 1 ലെസ് ദാൻ 1 എന്ന് എഴുതാം അല്ലേ? കാരണം r is equal to az raised to minus 1. So you can write modulus of r-ന് പകരം modulus of az raised to minus 1, modulus of az raised to minus 1 is less than 1. Modulus of az raised to minus 1 is less than 1. So ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം ഈ az raised to minus 1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ az raised to minus 1 എന്നുള്ളത് az raised to minus, modulus of az raised to minus 1
should be less than 1. അപ്പോൾ this is of the form a divided by z. കാരണം ഇവിടെ z-നെ നമ്മൾ z raised to minus 1 നേരെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ട് a by z raised to 1 എന്ന് എഴുതാം. നേരെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ it becomes a divided by z. a z raised to minus 1 becomes a divided by z. So a divided by z modulus of a divided by z less than 1 എന്ന് എഴുതാം അല്ലേ. മോഡുലസ് ഓഫ് a divided by z ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഈ കണ്ടീഷൻ അതായത് അറ്റൈൻ ചെയ്യണമെങ്കിൽ, അതായത് മോഡുലസ് ഓഫ് a by z ലെസ് ദാൻ 1 ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? മോഡുലസ് ഓഫ് z ഷുഡ് ബി ഗ്രേറ്റർ ദാൻ a. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് z ഹിയർ, മോഡുലസ് ഓഫ് z ഷുഡ് ബി ഗ്രേറ്റർ ദാൻ a. So if modulus of z is greater than a, we can say that the total value, that is a divided by z, modulus of a divided by z is less than 1. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് a z തുടക്കുന്നത് ഇങ്ങനെയാണ്, മോഡുലസ് ഓഫ് a z റേസ് ഇവിടെ നിന്നാണ് മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 എന്നാണ്. r-ന് പകരം a z റേസ് ടു മൈനസ് 1 ഇട്ടു. സോ വി സേ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് a z റേസ് ടു മൈനസ് 1 ഷുഡ് ബി ലെസ് ദാൻ 1. ഈ z റേസ് ടു മൈനസ് 1-നെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ ദിസ് ബിക്കംസ് a ഡിവൈഡ് ബൈ z ഷുഡ് ബി ലെസ് ദാൻ 1 എന്നായി. അങ്ങനെ ഉണ്ടെങ്കിൽ a ഡിവൈഡ് ബൈ z എപ്പോഴാണ് 1-നേക്കാളും കുറവാകുക? ഇവിടെ ഒന്നെങ്കിൽ 1-നേക്കാൾ കൂടുതലാകാം, 1-നേക്കാൾ ഈക്വൽ ടു 1 ആകാം, അല്ലെ ലെസ് ദാൻ 1 ആകാം. അപ്പോൾ അതിൻ്റെ ഇതൊരു ഡിവിഷൻ ആയതുകൊണ്ട് എക്കും ഇസഡിനും ഒരേ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് 1 ഈക്വൽ ടു 1. ഇസഡിൻ്റെ വാല്യൂ എനേക്കാളും കൂടുതലാകുകയാണ് സമയത്ത് it becomes less than 1, and if the value of z is less than a, then that becomes greater than 1. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് z ഷുഡ് ബി ഗ്രേറ്റർ ദാൻ a ഫോർ മോഡുലസ് ഓഫ് a z റൈസ് ടു മൈനസ് 1 ഓർ മോഡുലസ് ഓഫ് a by z ടു ബി ലെസ് ദാൻ 1. 1-നേക്കാൾ കുറയണമെന്നുണ്ടെങ്കിൽ ഈ മോഡുലസ് എന്ന് പറയുന്നത് 1-നേക്കാൾ കുറയണം എന്നുണ്ടെങ്കിൽ ഇവിടെ z-ൻ്റെ വാല്യൂ a-നേക്കാളും കൂടുതലായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എടുത്തിരിക്കുന്നത് മോഡുലസ് ഓഫ് z is greater than a. So for that condition we can say that x of z converges. x of z converges. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് z should be less than a. So we can write it here in the steps. That is a z raised to minus 1 should be less than ഇവിടെ മോഡുലസ് ഓഫ് a z raised to minus 1 is less than a, or modulus of z should be greater than a. Modulus of z should be greater than a. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സീരീസ് കൺവേർജ് ചെയ്യുള്ളൂ അല്ലേ. മോഡുലസ് ഓഫ് z should be greater than a. So for that condition then capital X of z converges. നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് കിട്ടി, ഒരു സമ്മേഷൻ സീരീസ്. ഈ സീരീസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു ഈ രീതിയിൽ എഴുതി. ഈ സീരീസിനെ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ we could simplify this in the form 1 by 1 minus r, which is 1 divided by 1 minus az raised to minus 1 എന്നുള്ള ഫോം കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റെപ്സ് എഴുതാം. ഹിയർ x of z capital X of z is equal to 1 divided by 1 minus az raised to minus 1. So ഇവിടെ എങ്ങനെയത് കിട്ടിയത്? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻസ്റ്റെഡ് ഓഫ് r, ഇവിടെ r-ന് നമ്മൾ az raised to minus 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. az raised to minus 1. അപ്പോൾ az raised to minus 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get this as hello. So ഇവിടെ so here നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് r can substitute ഇവിടെ 1 divided by 1 minus r-ന് പകരം r-ന്
AZ raised to minus 1 എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. സോ ഹിയർ R equal to AZ raised to minus 1. So substituting here in this equation, this becomes 1 divided by 1 minus R, which is 1 divided by 1 minus AZ raised to minus 1. So 1 divided by 1 minus AZ raised to minus 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ LCM എടുക്കാം. ദാറ്റ് ഈസ് ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റാം. 1 ഡിവൈഡ് ബൈ 1 മൈനസ് എ ഡിവൈഡഡ് ബൈ ഇസഡ് എന്ന് എഴുതാം അല്ലേ. ഇസഡ് റൈസ് ടു മൈനസ് 1നെ നേരെ ഡിനോമിനേറ്ററിൽ എ ഡിവൈഡഡ് ബൈ കൊണ്ടുവന്നാൽ എയുടെ ഡിനോമിനേറ്റർ ആയിട്ട് കൊണ്ടുവന്നാൽ ദിസ് ബിക്കംസ് ഇസഡ് റൈസ് ടു മൈനസ് 1 ബിക്കംസ് ഇസഡ് റൈസ് ടു പ്ലസ് 1 ഓർ ഇസഡ്. ഇപ്പോൾ ഇസഡ് ഇതിന് നേരെ ഇങ്ങനെ ഇസഡ് റൈസ് ടു 1 എന്ന് എഴുതാം, z raised to plus 1, or same as a by z raised to 1 is z itself. So this becomes a divided by z. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് we get this is capital X of z equal to right hand side ഇവിടെ ഇതിൻ്റെ LCM എടുത്ത് ഇവിടെ എന്ത് കിട്ടും? z into 1 becomes z minus a divided by whole divided by z. സോ ഇവിടെ കിട്ടുന്നത് 1 divided by ഇവിടെ തന്നെ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. സോ ദിസ് ഈസ് സിംപ്ലി ഈക്വൽ ടു 1 divided by LCM എടുക്കുമ്പോൾ you get z into 1 equal to z. ദെൻ അടുത്തത് മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ LCM എടുക്കുമ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് എഴുതണം. ഹോൾ ഡിവൈഡഡ് ബൈ z. സോ ഹോൾ ഡിവൈഡഡ് ബൈ z. സോ ദിസ് ഈസ് ടേക്കിംഗ് ദ റെസിപ്രോക്കൽ ഓഫ് ദിസ് വാല്യൂ. വാട്ട് യു ഗെറ്റ്? z ന്യൂമറേറ്ററിലേക്ക് പോകും, z ബൈ എ ഡിനോമിനേറ്റർ. സോ ദിസ് ബിക്കംസ് ഈക്വൽ ടു z ഡിവൈഡ് ബൈ z മൈനസ് a. സോ ഇറ്റ്സ് ടേക്കിംഗ് ദ റെസിപ്രോക്കൽ ഓഫ് ദിസ് ഡിവിഷൻ. We get this as z by z minus a. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം this is equal to z divided by z minus a. So where ROC നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രീവിയസ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു, ഇതാണ് ROC. So here modulus of z, the ROC is modulus of z should be greater than a. So x of z converges if modulus of z is greater than a. So the ROC is modulus of z greater than a. ഇപ്പോൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് z ഇസ് ഗ്രേറ്റർ ദാൻ a എന്നുള്ളതായിരിക്കും ഇവിടുത്തെ റീജിയൻ ഓഫ് കൺവേർജൻസ്. സോ വി ക്യാൻ റൈറ്റ് ദ സ്റ്റെപ്പ് ദാറ്റ് ഈസ് ROC is modulus of z greater than a. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കാം. മോഡുലസ് ഓഫ് z ഗ്രേറ്റർ ദാൻ a എന്നുള്ളത്. സോ ഇവിടെ a എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. കൺസിഡറിങ് a ആസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ, ദെൻ ROC വിൽ ബി ഇവിടെ z പ്ലെയിൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ROC വിൽ ബി ദി എക്സ്റ്റീരിയർ ഓഫ് ദി സർക്കിൾ ഹാവിങ് റേഡിയസ് മോഡുലസ് ഓഫ് a. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇസഡ് പ്ലെയിൻ എന്ന് പറയും. ഇപ്പോൾ ഇസഡ് പ്ലെയിന് ഇതിന് നമ്മൾ ROC പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ROC പ്ലോട്ട് ചെയ്യാനായിട്ട് ഇസഡ് പ്ലെയിൻ ആദ്യം വരയ്ക്കണം. അപ്പോൾ അതിനകത്ത് തന്നിരിക്കുന്ന എക്സ് ഓഫ് ഇസഡ്, ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡിൻ്റെ ഇസഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫ്രീക്വൻസി വേരിയബിളാണ് അല്ലേ. സോ വി ഓൾറെഡി നോ ദാറ്റ് ഇസഡ് ഈസ് എ കോംപ്ലക്സ് ഫ്രീക്വൻസി വേരിയബിൾ. ആൻഡ് ഇൻ ദ ഇനീഷ്യൽ ക്ലാസ്സസ് ഐ ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് ഇസഡ്. ഇസഡ് എന്നുള്ളത് നമ്മൾ ഇവിടെ ഇനീഷ്യൽ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫ്രീക്വൻസി വേരിയബിളാണ് അല്ലേ. ഇസഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫ്രീക്വൻസി വേരിയബിളാണ്. സോ ഇവിടെയാണ് ഞാൻ ഇനീഷ്യൽ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിയർ ഇസഡ് ഈസ് എ കോംപ്ലക്സ് ഫ്രീക്വൻസി വേരിയബിൾ ആൻഡ് ദി വാല്യൂ ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു r ഇൻറ്റു e റൈസ് ടു j ഒമേഗ. അപ്പോൾ ഇവിടെ j ടേം വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇസഡ് ഈസ് ഈക്വൽ ടു r ഇൻറ്റു e റൈസ് ടു j ഒമേഗ. ആൻഡ് വെയർ r ഇസ് ദ റേഡിയസ് ഓഫ് ദി യൂണിറ്റ് സർക്കിൾ. r എന്ന് പറയുന്നത് ഇസ് ദ റേഡിയസ് ഓഫ് ദി യൂണിറ്റ് സർക്കിൾ എന്ന് ഞാനിവിടെ ഡിസ്കഷനിൽ
പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിൽ തന്നെ ഇവിടെ so for r is the radius of the circle. Where r is the radius of the circle, and if you suppose considering r is equal to 1, the above expression reduces the Fourier transform നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ r is equal to 1 എന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നതാണ് യൂണിറ്റ് സർക്കിൾ എന്ന് നടക്കുന്നത് അല്ലേ. r is equal to 1 എന്നുള്ള കണ്ടീഷനാണ് അവിടെ യൂണിറ്റ് സർക്കിളായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ യൂണിറ്റ് സർക്കിൾ ആവുന്ന സമയത്ത് this expression becomes r is equal to z is equal to 1 into e raised to j omega or simply e raised to j omega, so that this expression reduces to the Fourier transform of x of n. When r is equal to 1, the above expression reduces to the Fourier transform of x of n. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം ഇവിടെ നമുക്ക് ഇത് നേരത്തെ തിയറിയിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ നോളജ് നമുക്ക് ആവശ്യമില്ല. പക്ഷേ ജസ്റ്റ് അത് പ്രീവിയസ്ലി നമ്മളത് തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് അത് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് അതിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്, ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് അവിടെ വീണ്ടും എടുത്ത് പറഞ്ഞത്. ഇവിടെ ഇത് പ്രോബ്ലം ചെയ്യാവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പറാണ് അല്ലേ. ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന് പ്ലെയിൻ ഉണ്ട്, ഇസഡിന് ഒരു പ്ലെയിൻ ഉണ്ട് അല്ലേ. സോ വി കോൾ ദാറ്റ് ആസ് ദ ഇസഡ് പ്ലെയിൻ. സോ ലെറ്റ് us മാർക്ക് ദിസ് ആസ് ദ ഇസഡ് പ്ലെയിൻ, ആൻഡ് since z is a complex frequency variable, it has got a real part and an imaginary part. So complex number has got a real part and an imaginary part. So the x-axis is called the real part of z. So let us plot the real part of z along the x-axis, and the imaginary part of z is plotted along the y-axis. So ഇവിടെ x-axis എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് z ഉം y-axisൽ പ്ലോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് z ആണ്. And the entire plane, so this entire plane is called as the z plane. ഈ ടോട്ടലി ഈ പ്ലെയിന് പറയുന്ന പേര് z plane എന്നാണ്. ഇനി ഇവിടെ ഇതിൻ്റെ ഒറിജിൻ ഉണ്ട് അല്ലേ. ഇവിടെ ഒറിജിൻ നമുക്ക് മാർക്ക് ചെയ്യാം. വി ഹാവ് ദി ഒറിജിൻ ഹിയർ. സോ ദിസ് ഈസ് ദ ഒറിജിൻ അല്ലേ. സോ ദി ഒറിജിൻ ഈസ് അറ്റ് സീറോ. സോ വി ക്യാൻ മാർക്ക് എ സീറോ അറ്റ് ദി ഒറിജിൻ. സോ സീറോനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റൗണ്ട് വരയ്ക്കുന്നു അല്ലേ. ഒരു റൗണ്ടിനെ ഞാൻ ഒരു സർക്കിൾ വരച്ചിട്ട് ഇവിടെ സീറോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യണം. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് സീറോ ഈസ് അറ്റ് ദി ഒറിജിൻ. സീറോ ഈസ് അറ്റ് ദി ഒറിജിൻ. സോ സീറോ അറ്റ് ഒറിജിൻ. സീറോ അറ്റ് ഒറിജിൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? എ ആണ് അല്ലേ. ഇസഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് പറയുന്നത് ഇവിടെ എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇപ്പോൾ നേരത്തെ ജനറൽ ഇക്വേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ആറ് എന്ന് പറയുന്നത് അഥവാ ഇവിടെ നമ്മളതിൻ്റെ ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് ഈ എ ഇസഡ് റൈസ് ടു -1 നമ്മളെടുത്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഫൈനലി കിട്ടിയ എക്സ്പ്രഷനിൽ നമുക്കിവിടെ ഈ റേഡിയസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എത്രയാണ്? എ ആണ് അല്ലേ. അപ്പോൾ ആ എ എന്ന് പറയുന്ന റേഡിയസ് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. സോ ഹിയർ വി ക്യാൻ മാർക്ക്. സോ ദിസ് ഈസ് കോൾഡ് ആസ് ദ പോൾ. സോ ഇവിടെ നമ്മളൊരു പോൾ എന്ന് പറയുന്ന ഒരു ക്രോസ് സിമ്പിൾ നമ്മൾ വരയ്ക്കുന്നു. സോ ദിസ് ഈസ് കോൾഡ് ആസ് ദ പോൾ. പോൾ അറ്റ് ഇസഡ് ഈക്വൽ ടു എ. സോ വെയർ എ ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇപ്പോൾ ഇവിടെ ഈ റേഡിയസിൽ ഒരു പോളുണ്ട്. സർക്കിൾ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഈ സർക്കിൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഈ പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു സർക്കിൾ പ്ലോട്ട് ചെയ്യുന്നത്. ഈ പോൾ ഇൻവോൾവ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു സർക്കിൾ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നൗ വി ക്യാൻ സേ ദാറ്റ് the pole is on the radius of the circle അല്ലേ. the pole is on the radius of the circle. ഇതാണ് പോൾ. ഒരു ക്രോസ് മാർക്ക് കാണിക്കുന്നത്. ഈ ക്രോസ് മാർക്ക് കാണിച്ചിരിക്കുന്ന പോൾ എന്നാണ്. സോ the pole is on the radius of the circle. അപ്പം നമുക്കിവിടെ ഒരു സീറോ മാർക്ക് ചെയ്ത് സീറോ ഓൾവേസ് അറ്റ് ദ ഒറിജിൻ. ഇവിടെ നമുക്ക് ഈ കേസിൽ ഇക്വേഷൻ നമുക്ക് അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് സീറോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറ്റ് ദ ഒറിജിൻ അല്ലേ. അത് അങ്ങനെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. സീറോ അവിടെ ചേഞ്ച് ഒന്നുമില്ല. സീറോ നമുക്ക് ഒറിജിനിൽ സീറോ ഈസ് അറ്റ് origin, and the pole
is on the radius of the circle. Okay, so at z is equal to a. ഇവിടെ z is equal to a എന്നുള്ളത് ഇവിടെ വാല്യൂ ഇങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ മാർക്ക് ചെയ്യാവുന്നത് ഇതാണ് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ യു ക്യാൻ മാർക്ക് ദിസ് ഡിസ്റ്റൻസ് ഹിയർ വിച്ച് ഇസ് എ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സോ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് എ ആൻഡ് radius of the circle is a, and now finally we have to plot the ROC or region of convergence. So region of convergence here, as it is shown in the equation, that is region of convergence is modulus of z greater than a. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ റേഡിയസ് എ. ഇപ്പോൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദ റേഡിയസ്, അത് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ റീജിയൻ നമ്മൾ ഈ പ്ലോട്ടിൽ എവിടെയായിരിക്കും വരിക? ഈ പ്ലെയിനിൽ ഇസഡ് പ്ലെയിനിലെ പ്ലോട്ട് വരയ്ക്കുന്ന സമയത്ത് ഈ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ടു ദ സർക്കിൾ ആയിരിക്കും അല്ലേ, എക്സ്റ്റേണൽ ടു ദ സർക്കിൾ. ഇൻറ്റേർണൽ ടു ദ സർക്കിൾ എന്ന് പറയുന്നത് ഹലോ ആ ആ ആ ആ ആ സാലറി പറഞ്ഞ പോലെ ഒരു മാസം ബാക്കിലാണ്, ബിഹൈൻഡാണ്. എന്നാലും ഒരു മാസത്തെ കിട്ടി. ഇപ്പോൾ അടുത്തത് ബില്ല് പോയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലായത്. ആ അത് ശരിയായിരിക്കുള്ളൂ, അത് ശരിയാണ് പറഞ്ഞത്. അതെ അതെ ആ ആ ആ ആ ആ ആ അത് ശരിയാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ശരി ഓക്കെ. ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ശരി ഓക്കെ ഓക്കെ. ഹലോ സോറി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്കതൊരു ഷെയ്ഡഡ് പോർഷനായിട്ട് നമുക്ക് കാണിക്കാം. സോ യു ക്യാൻ യൂസ് സം കളർ ലൈക്ക് ദിസ് ഷെയ്ഡഡ് പോർഷൻ വിച്ച് ഈസ് എക്സ്റ്റീരിയർ ടു ദി സർക്കിൾ. ഷെയ്ഡ് ചെയ്യാം.
Okay, so we have completed the plot. ഇപ്പോൾ ROC നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. അതനുസരിച്ച് സോ റിയൽ പാർട്ട് ഓഫ് എക്സ് ആക്സിസ് റിയൽ പാർട്ട് ഓഫ് ഇസഡ്, ദെൻ സ്ലൈറ്റായിട്ടൊന്ന് മാഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലോട്ട്. സോ ദിസ് കംപ്ലീറ്റ്സ് ദ പ്രോബ്ലം. സോ യു ഹവ് പ്ലോട്ടഡ് ROC. ഇനി ഇവിടെ ഒന്നുകൂടെ പ്ലോട്ടിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് റീകളക്ട് ചെയ്യാം. അതായത് നമുക്ക് കിട്ടിയ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ ആണ്. ഇവിടെ റീജിയൻ ഓഫ് കൺവേർജൻസ് അഥവാ ROC ഈസ് മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ. ഇപ്പോൾ ഇതാണ് ഇസഡ് എന്ന് പറയുന്നത്. ഇസഡ് എന്ന് പറയുന്നത് പ്ലെയിൻ ആണ്. ആ പ്ലെയിന് ഇസഡ് പ്ലെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ മോഡുലസ്, അതായത് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസഡ് പ്ലെയിനിൽ നമുക്കറിയാം സെവറൽ വാല്യൂസ് ഉണ്ട് അല്ലേ, ഓരോ പോയിന്റിലും ഓരോ വാല്യൂസ് ഉണ്ട് അല്ലേ, ഇസഡിന് ഒരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇസഡിന് വാല്യൂ എന്ന് പറയുന്നത് അറ്റ് പോൾ ദ വാല്യൂ ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എ. ഓക്കെ, ദ വാല്യൂ ഓഫ് ഇസഡ് അറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് എ. അപ്പോൾ ഇവിടെ ഇത് എ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ പോയിന്റിലും നമുക്ക് ഇസഡിന് വാല്യൂസ് ഉണ്ടാവും. ഇനി ഈ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് സെവറൽ പോയിന്റ്സ് അടങ്ങുന്നതാണ്. അപ്പോൾ അതൊരു ഇറ്റ്സ് എൻ ഏരിയ. ഈ റീജിയൻ ഓഫ് കൺവേർജൻസ് ഈസ് എൻ ഏരിയ വേർ the modulus of z, the area where the modulus of z is greater than a. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് ഇതാണ് എ എന്ന് പറയുന്നത് റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ, ഈ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്ന എല്ലായിടത്തും റേഡിയസ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ അങ്ങനെയുണ്ട് ഈ റീജന്, ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള റീജനെ നമ്മൾ ഒഴിവാക്കണം, എക്സ്ക്ലൂഡ് ചെയ്യണം. ബാക്കി റിമൈനിങ് ഏരിയ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ടു ദ സർക്കിളാണ്. ഈ എക്സ്റ്റേണൽ ടു ദ സർക്കിൾ വരുന്ന ഈ ഏരിയ ആയിരിക്കും ഇവിടെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. സോ ദ റീജിയൻ ഓഫ് കൺവേർജൻസ് ഈസ് ദി എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ ഹാവിങ് ദ റേഡിയസ് മോഡുലസ് ഓഫ് എ. നമുക്കൊന്ന് വേർഡ്സിൽ എഴുതാം. ദി റീജിയൻ ഓഫ് കൺവേർജൻസ് ഓർ ROC ഈസ് ദ എക്സ്റ്റീരിയർ of the circle, is the exterior of the circle having radius modulus of a, having radius modulus of a as shown in the figure. Modulus of a as shown in the figure. Okay, so this completes the problem. So let us move to the next problem. So question, find the Z transform and ROC of the signal x of n is equal to minus b raised to n u of minus n minus 1. അടുത്ത സിഗ്നൽ ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ബി റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1. സോ ഇവിടെ ഇതൊരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ്, പക്ഷേ ഇത് ഷിഫ്റ്റഡ് ആണ്. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് it is folded as well as shifted. So this is u of minus n minus 1, and we can take this u of minus n minus 1 equal to 0 for to 0
for n greater than or equal to 0 and u of minus n minus 1 equal to 1 for n equal to 1 for n less than or equal to 1. Condition. Now, u of n minus 1, u of minus n minus 1 equal to 0 for n greater than or equal to 0 and u of minus n minus 1 is equal to 1 equal to 1 for n less than or equal to 1. അപ്പോൾ ഇതൊരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ നമുക്ക് എഴുതാം. So the general equation, so solution, moving to the solution, the general equation capital X of Z is equal to sigma n is equal to minus infinity to plus infinity x of n z raised to minus n. So this is the general equation for the z transform and substituting the value of x of n from the question x of n നമുക്ക് തന്നിട്ടുള്ള b raised to n u of minus n minus 1 ആണ്. അപ്പോൾ ഈ u of minus n minus 1 എന്നുണ്ട് മണ്ണിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആണ്. So the value of u of minus n minus 1 equal to 1 for n less than or equal to 1 ആണ്. And for other values, remaining values, that is n greater than or equal to 0, the value is equal to 0. അപ്പോൾ നമ്മൾ ഇത് മാത്രം കൺസിഡർ ചെയ്യുക, u of minus n minus 1 equal to 1 എന്നുള്ള മാത്രം കൺസിഡർ ചെയ്താൽ you can substitute here instead of u of minus n minus 1 you can substitute 1. So this becomes minus b raised to n. This is simply so we have minus b raised to n into 1 which is equal to minus b raised to n എന്ന് കിട്ടും. ഇനി ഇവിടെ മൈനസ് ബി റേസ് ടു എന്നിനെ നമുക്ക് പ്ലസ് ബി റേസ് ടു എൻ എന്ന് എഴുതാം. അപ്പോൾ പ്ലസ് ബി റേസ് ടു എൻ എന്ന് എഴുതാനായിട്ട് നമുക്കിവിടെ അത് ചെയ്യേണ്ടില്ല, ഇവിടെ മൈനസ് ബി റേസ് ടു എൻ തന്നെ നമുക്ക് എടുക്കാം. സോ ലെറ്റ് ഇറ്റ് ബി മൈനസ് ബി റേസ് ടു എൻ. സോ ഇറ്റ് ഇസ് മൈനസ് ബി റേസ് ടു എൻ. ഇവിടെ നമുക്കത് ഇവിടെ തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പ്രോബ്ലത്തിലേക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് ഇവിടെ substituting u of minus n minus 1 equal to 1. So x of n, so from 1 we can write x of n is equal to minus b raised to n into 1. So which is equal to minus b raised to n. ഇനി നമുക്ക് ഈ വാല്യൂ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ജനറൽ ഇക്വേഷനിൽ ഇവിടെയാണ് ജനറൽ ഇക്വേഷൻ, അതായത് എക്സ് ഓഫ് ഇസഡ് ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് എന്നിന് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ബി മൈനസ് ബി റേസ് ടു എൻ, മൈനസ് ബി റേസ് ടു എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി വരെ വാല്യൂസ് ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദി വാല്യൂ ഓഫ് u ഓഫ് മൈനസ് എൻ മൈനസ് 1 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് ആണ് അല്ലേ, പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂസിന് ദ വാല്യൂ ഓഫ് 0, വാല്യൂ ഈസ് 0 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഫോർ n ഈസ് ഈക്വൽ ടു 0 ടു പോസിറ്റീവ് വാല്യൂസ് എന്നാണ് ഇതിൻ്റെ മീനിങ്. കാരണം ഇവിടെ തന്നിരിക്കുന്നതിൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുണ്ട്. അപ്പോൾ 0 ഇൻക്ലൂഡഡ് ആണ്, 0 ആസ് വെൽ ആസ് ദി പോസിറ്റീവ് വാല്യൂസ് ഓഫ് n. So from 0 to the positive, all the positive values of n including
ഇൻഫിനിറ്റി, പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ 0 മുതൽ പ്ലസ് വാല്യൂസ്, പോസിറ്റീവ് വാല്യൂസ് എല്ലാം അപ് ടു പ്ലസ് ഇൻഫിനിറ്റി വരെയും യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ സമ്മേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്, പിന്നെ അല്ലാത്തതിന് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫോർ n ലെസ് ദാൻ 1 ആവുന്ന സമയത്ത്, n ലെസ് ദാൻ 1 ആവുന്ന ഒരു ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ദി വാല്യൂ ഓഫ് യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ഈക്വൽ ടു 1 എന്നാണ്. ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം, ഇവിടെ ഇത് എക്സ്പ്രഷൻ -1 ആണ്. ഓക്കെ, സോ ദി വാല്യൂ ഓഫ് n, so the value of u of minus n minus 1 is equal to 1 for all negative values എന്നാണ്. അപ്പോൾ -1, -2, -3, -4, -5 അപ് ടു മൈനസ് ഇൻഫിനിറ്റി വരെ ദി വാല്യൂ ഓഫ് യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ യു ക്യാൻ ടേക്ക് ദിസ് ആസ് എക്സ് ഓഫ് എന്നിന് പകരം നമുക്കിവിടെ ബി റേസ് ടു മൈനസ് എൻ. സോ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ബി റേസ് ടു എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ബി റേസ് ടു എൻ ഇൻറ്റു ഇസഡ് റേസ് ടു, അപ്പോൾ ഇസഡ് റേസ് ടു എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ. ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ ആവശ്യമില്ല. കാരണം 0 തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയും വാല്യൂസ് 0 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ഈക്വൽ ടു 0 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0-നേക്കാൾ കുറവ് എന്ന് പറയുന്നത് നെഗറ്റീവ്, -1 തൊട്ട് താഴത്തേക്ക്, മൈനസ് ഇൻഫിനിറ്റി വരെ. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ limit will change from minus infinity to -1, so this is -1 equal to minus b raised to n z raised to minus n ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. സോ ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, ഈ ഒരു മൈനസ് സൈൻ നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ ഈ സമ്മേഷൻ്റെ ഉള്ളിൽ ഒരു മൈനസ് സൈൻ ഉണ്ട്, അതിനെ സമ്മേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് മൈനസ് സിഗ്മ n ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു -1 ബി റേസ് ടു, ഇപ്പോൾ ഇവിടെ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഉപയോഗിച്ച് അതേ ഈ സിംപ്ലിഫിക്കേഷൻ ഇവിടെ ചെയ്യാം. അത് എ റേസ് ടു ദ ഹോൾ റേസ് ടു എൻ, ദാറ്റ് ഈസ് എ റേസ് ടു എം ഇൻറ്റു എൻ എന്നുള്ള ഫോം കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കിത് എന്ത് ചെയ്യാം, ഇതിനെ ബി റേസ് ടു 1 ഇസഡ് റേസ് ടു മൈനസ് ബി റേസ് ടു -1 ഇസഡ് റേസ് ടു 1 എന്നാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് b raised to oh my god, this line is so real. സോറി, അത് ഒന്ന് കൈ തട്ടിപ്പോയി, അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ഡിസോർഡർ വന്നു. Let me see whether that is, I think that is not saved. ലാസ്റ്റ് സ്ലൈഡ് സേവ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഞാൻ ഒന്നുകൂടെ അത് എഴുതിയിട്ട് പ്രൊസീഡ് ചെയ്യേണ്ടി വരും. ലെറ്റ് മീ സീ, ഇല്ല സോറി, അത് സേവ് ചെയ്യാൻ മറന്നുപോയി. ആ പ്രോബ്ലത്തിൽ പാർട്ട് 1 എഴുതേണ്ടി വരികയാണ്. ദാറ്റ് ഈസ് ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ അടക്കം പോയി. ക്വസ്റ്റ്യൻ തൊട്ട് ഞാനൊന്ന് എഴുതുന്നതേ ഉള്ളൂ, എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞുകൊണ്ട് വീണ്ടും അത് പറയുന്നില്ല. സോ ഫൈൻഡ് Z transform and the ROC of the signal x of n equal to minus b raised to n u of minus n minus 1. Then solution, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് u of n, because u of minus n minus 1 equal to 0,
because since u of minus n minus 1 equal to 0 for n greater than or equal to 0, and u of minus n minus 1 equal to 1 for n less than or equal to minus 1. Okay, that's the condition. Now we will substitute. So general equation of Z transform is capital X of Z is equal to sigma n is equal to minus infinity to plus infinity x of n Z raised to minus n. Then that can be written as x of here substitute instead of x of z. So x of n. X of n endana? What is x of n? So given x of n is equal to, from the problem, x of n namukku thannittund. X of n is equal to b raised to n u of minus n minus 1. Avada u of minus n minus 1 ennu parayunnathu value is 1 for n less than or equal to minus 1 aanu. Alle? So namukku ivide ezhudam x of n is equal to minus b raised to n u of minus n minus 1, and since u of minus n minus 1 equal to 1 for n less than or equal to minus 1. So you can substitute in the above equation to get x of n is equal to minus b raised to n. Minus b raised to n എന്ന് എഴുതാം. Minus b raised to n. So that is minus b raised to n. ഇനി നമുക്ക് ഇവിടെ ഇക്വേഷനിൽ, so substitute in equation number 1. So in the general equationൽ substitute ചെയ്ത് എന്ത് കിട്ടും? We get capital X of Z equal to sigma n is equal to minus infinity എന്നുള്ളത് ഇവിടെ മാറും. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി അവിടെ തന്നെ ആയിരിക്കും. മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് അവിടെ തന്നെ ഇരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ച പോലെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? u of minus n minus 1 equal to 0 for n greater than or equal to 0. ഇപ്പോൾ n greater than or equal to 0 എന്ന് പറയുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. 1 മുതലുള്ള പോസിറ്റീവ് വാല്യൂസ് എടുക്കുക. സോ ദാറ്റ് ഈസ് ഇവിടെ u of minus n minus 1 is equal to 0 for all positive values എന്നാണ് ഇതിൻ്റെ മീനിങ്. അതായത് when n equal to 1, 2, 3, 4, 5, 6 എക്സെട്ര അപ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഇപ്പോൾ 1 മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ദി വാല്യൂ ഓഫ് u of minus n minus 1 0 ആണ്. അതാണ് ഇവിടെ n equal to n greater than or equal to 0 എന്നുള്ളതിൻ്റെ മീനിങ്. സോ u of minus n minus 1 equal to 0 for n greater than or equal to 0 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്നിൻ്റെ 1 മുതലുള്ള എല്ലാ പോസിറ്റീവ് വാല്യൂസ് 1 പ്ലസ് 1 പ്ലസ് 2 3 4 5 6 അപ് ടിൽ പ്ലസ് ഇൻഫിനിറ്റി വരെയും ദി വാല്യൂ ഓഫ് u of minus n minus 1 0 ആണ്. ഇനി നെഗറ്റീവ് വാല്യൂസ് എടുത്താൽ, അതായത് മൈനസ് 1 0ൻ്റെ താഴെ, ഇപ്പോൾ 0 അടക്കം 0 ഇൻക്ലൂഡിങ് 0 ദ വാല്യൂ ഓഫ് u of minus n minus 1 ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ബിക്കോസ് ഇവിടെ എന്തുകൊണ്ടാണ് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സിൻസ് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ദി വാല്യൂ 0 അറ്റ് n ഈക്വൽ ടു 0 ദ വാല്യൂ 0. അപ്പോൾ അതുകൊണ്ട് ഇനി 0യേക്കാൾ കുറവ് എന്ന് പറയുന്നത് താഴ്ന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മൈനസ് 1 തൊട്ട് അതിൻ്റെ താഴത്തേക്ക് മൈനസ് 2, മൈനസ് 3, മൈനസ് 4, മൈനസ് 5, മൈനസ് 6 എക്സെട്ര അപ് ടിൽ മൈനസ് ഇൻഫിനിറ്റി വരെ. അപ് ടിൽ മൈനസ് ഇൻഫിനിറ്റി ദ വാല്യൂ ഈസ് 1. അപ്പോൾ അവിടെ സമ്മേഷൻ്റെ ലിമിറ്റ് നമുക്കിവിടെ മാറ്റേണ്ടത് n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 എന്ന് മാറ്റാം. സോ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1. ഇവിടെ എക്സ് ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് ഓഫ് എന്നിന് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി റേസ് ടു മൈനസ് ബി റേസ് ടു എൻ. സോ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ബി റേസ് ടു എൻ.
So substituting this, that is minus b raised to n, then ഇവിടെ z raised to x of n value minus b raised to n ആണ്, then into z raised to minus n. So into z raised to minus n ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് a raised to m the whole raised to n ഫോമിലേക്ക് നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. So that is x of z, capital X of z is equal to sigma n equal to minus infinity to minus 1. ഇവിടെ ഈ ഒരു മൈനസ് ആയി നമുക്ക് സമ്മേഷൻ്റെ അകത്തൊരു മൈനസ് ആയതുകൊണ്ട് അത് സമ്മേഷൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാം. സോ ദിസ് ബിക്കംസ് മൈനസ് സിഗ്മ n equal to minus infinity to minus 1, minus infinity to minus 1 b raised to, ഇവിടെ കോമൺ ഫാക്ടർ n നമുക്ക് പുറത്തെടുക്കാം, റൈസ് ടു പവർ ആണ് ഇവിടെ കോമൺ ഫാക്ടർ n എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻ ദ പവർ, സോ ഇറ്റ് ബിക്കംസ് ഓഫ് ദ ഫോം a raised to m the whole raised to n ഫോമിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിനെ കൊണ്ടുവരാനായിട്ട് ദിസ് ഇസ് ഇൻറ്റു b raised to മൈനസ് 1 എന്ന് എടുക്കാം. കാരണം നമുക്ക് ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫിക്കേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് ജനറൽ ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് 1 + r + r² + r³ + എക്സെട്ര ഈക്വൽ ടു 1/1 - r നമുക്ക് കിട്ടാൻ വേണ്ടി അതിൻ്റെ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. b raised to 1 പകരം യു ടേക്ക് ദിസ് ആസ് b raised to -1. സോ ദ ന്യൂമറേറ്റർ യു ക്യാൻ ടേക്ക് ആസ് -n. സോ -n ഇൻറ്റു -1 ബിക്കംസ് +n. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ b raised to -1 എടുക്കാം. ദെൻ z raised to 1 എന്നാക്കുക. സോ z raised to 1 ഓർ സെയിം ആസ് z. വേണമെങ്കിൽ ക്ലാരിറ്റിക്ക് വേണ്ടി z raised to 1 എന്നെടുക്കാം. ദെൻ the whole raised to -n. ഇപ്പോൾ ഇവിടെ ഈ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കിവിടെ z എന്ന് പറയുന്ന ടേം അവിടെ കിട്ടണം. z എന്ന് പറയുന്ന ടേം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. z എന്ന് പറയുന്ന ടേം കിട്ടാനായിട്ട് ഇവിടെ വാട്ട് ഹാവ് ഡൺ ഇസ് ദാറ്റ് യു ഹവ് ടേക്കൺ -n ഔട്ട്സൈഡ് the bracket, so raised to -n, so the inside the bracket it becomes -1, b raised to -1. so ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെ കിട്ടുമോ എന്ന് നോക്കാം. so b raised to -1 into -n, so a raised to m the whole raised to n, so b raised to -1 into -n is b raised to n itself. അപ്പോൾ ഇത് കിട്ടി, b raised to n എന്നുള്ള നമുക്ക് അവിടെ കിട്ടി. ഇനി z raised to -n ആണ് ഇവിടെ കിട്ടേണ്ടത്, അത് കിട്ടുമോ നോക്കാം. z raised to 1 ഇൻറ്റു -n ഈസ് z raised to -n. അപ്പോൾ നമുക്ക് തിരിച്ചിത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഇവിടെ b raised to -1 z raised to 1 ഓർ സെയിം ആസ് z 1 അവിടെ ആവശ്യമില്ല. z raised to any number whole raised to 1, അതായത് any number whole raised to 1 is the number itself. so z raised to 1 is z itself. so b raised to -1 z the whole raised to -n എന്നെടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇതിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ നമ്മൾ സമ്മേഷൻ്റെ പുറത്തെടുത്തിട്ടുണ്ട്, അത് അകത്തേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും b z raised to -1 -n is b z raised to n, then z raised to -n, അത് തന്നെ തിരിച്ച് കിട്ടി. സോ ഇവിടെ പ്രശ്നമില്ല, ഈ രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, കാരണം നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണിത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് സോ ദാറ്റ് ഈസ് അവിടെ നിന്നും we can write one more thing, that is സമ്മേഷൻ്റെ ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നത്, ഇവിടെ സമ്മേഷൻ സിമ്പിളിൽ ഇനി ഇവിടെ കിടക്കുന്നത് n equal to -infinity to -1 എന്നാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് n equal to 0 to infinity എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ n equal to 0 to infinity എന്ന് ഇത് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ n equal to -infinity to -1 ആദ്യം നമുക്ക് n equal to 1 to infinity ആക്കാം, കാരണം അത് എളുപ്പം ചെയ്യാം. നമുക്ക് n equal to -infinity to -1 n equal to 1 to infinity ആക്കാം, കാരണം ഇത് സെയിം ആസ് the summation minus sigma n equal to -infinity to -1 is same as n equal to
1 to infinity. അത് തിരിച്ചിടുന്നു. ലിമിറ്റ് ഞാൻ 1 താഴെ എടുക്കുന്നു, ഇൻഫിനിറ്റി മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആയിട്ട് കിട്ടും. സോ ദിസ് ക്യാൻ ബി റീ റിട്ടൺ ആസ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് നമ്മൾ സമ്മേഷൻ്റെ പുറത്ത് ഓൾറെഡി ഉണ്ട്. സോ മൈനസ് സമ്മേഷൻ സിഗ്മ n is equal to 1 to infinity. സോ ഇവിടെ നേരത്തെ നമ്മൾ കടന്നിരുന്നത് എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു -1 അല്ലേ? മൈനസ് ഇൻഫിനിറ്റി ടു -1. ഇവിടെ -1 ആണോ മൈനസ് ഇൻഫിനിറ്റി ആണോ ചെറുത്? മൈനസ് ഇൻഫിനിറ്റി ആണ് -1 ചെറുത് അല്ലേ? സോ മൈനസ് ഇൻഫിനിറ്റി ഈസ് ലെസ് ദാൻ -1. അപ്പോൾ അതുകൊണ്ടാണ് ആ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു -1നെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നേരെ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റിയിലേക്ക് എഴുതി. സോ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എഴുതാൽ ഇവിടെ n ഈക്വൽ ടു 1 എന്നുള്ള ഇൻഫിനിറ്റിയേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇവിടെ ആ ഓർഡറിൽ നമ്മൾ എടുക്കുന്നത് കൊണ്ട് സമ്മേഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു സീക്വൻസ് ആയിരിക്കില്ല നമുക്ക് കിട്ടുക. ഈ കിട്ടുന്നതെന്ന് പറയുന്നത് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിനെ മൈനസ് ഇൻഫിനിറ്റി -1 നമ്മൾ ആഡ് ചെയ്യുന്നതും 1 to ഇൻഫിനിറ്റി ആഡ് ചെയ്യുന്നതും രണ്ട് കിട്ടുന്ന റിസൾട്ട് ആൻസർ എന്ന് പറയുന്നത് സെയിമാണ് കിട്ടുക. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ടു -1 വരെ ഇതിനെ സമ്മേഷൻ എടുക്കുന്നതും അത് 1 to ഇൻഫിനിറ്റി എടുത്താലും സെയിം റിസൾട്ട് തന്നെ കിട്ടും. കാരണം ഇവിടെ നമുക്ക് സമ്മേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ടേംസ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഈ ഇവിടെ ഉള്ള ടേംസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ട് രീതിയിൽ നമുക്ക് ഇത് സംശയമുള്ള ഉണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാതെ തിരിച്ചറിയാൻ കഴിയും. ഇത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സെയിം തന്നെ വരും. സോ ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു -1 നമ്മൾ ഈ സമ്മേഷൻ ചെയ്യുന്നതും ഇതും നമുക്ക് സെയിം ആയിട്ട് കിട്ടും. b raised to -n. Okay, so let us proceed. That is equal to minus sigma n equal to 1 to infinity b raised to -1 z raised the whole raised to -n അല്ലേ? അത് തന്നെ എഴുതി. സോ ഇവിടെ ഇതിൽ വ്യത്യാസമൊന്നുമില്ല, സമ്മേഷൻ മാത്രമേ ഇവിടെ മാറ്റിയിട്ടുള്ളൂ. സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു -1 എന്ന് റിലേറ്റീവായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും നമുക്ക്. മൈനസ് ഇൻഫിനിറ്റി ടു -1, ഇത് മൈനസ് ഇൻഫിനിറ്റി ചെറുത് 1 ഇൻഫിനിറ്റി ആണെങ്കിൽ ദാറ്റ് ഇസ് സെയിം ആസ് അടുത്ത് ഷിഫ്റ്റ് ചെയ്ത് കിട്ടുന്ന അടുത്ത സമ്മേഷൻ സീക്വൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫ്രം 1 to infinity, 1 to plus infinity. ഓക്കെ, അപ്പോൾ ഇവിടെ സമ്മേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് യു ഹാവ് ചേഞ്ച് ഫ്രം മൈനസ് ഇൻഫിനിറ്റി 1 എന്ന് എടുക്കുന്നതിന് പകരം ദാറ്റ് ഈസ് from 1 to infinity, and here that remains the same, that is b raised to -1 z the whole raised to -n. ഇവിടെ ഒരർത്ഥം ഞാൻ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ സ്റ്റെപ്പിൽ ഇത് സെയിം ആണ്, ആക്ച്വലി ഇത് സെയിം ആണെങ്കിലും നമുക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ നമുക്കത് സമ്മേഷൻ ലിമിറ്റ് ചേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇവിടെ കാണാം, ഇവിടെ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു -1 എന്നാണ് സമ്മേഷൻ ലിമിറ്റ്. ദാറ്റ് ഈസ് n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു -1 ആണ്. ഇവിടെ കിടക്കുന്ന ടേം എന്ന് പറയുന്നത് മൈനസ് b raised to n z raised to -1. ഒരു സ്റ്റെപ്പിൽ കൂടെ ഇങ്ങോട്ട് ഇത് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ, ഒരു സ്റ്റെപ്പ് കൂടെ ഇതിൻ്റെ ഇടയിൽ എഴുതാം, n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു -1 b raised to n z raised to -n. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് മാറ്റിയിട്ടില്ല നമ്മൾ, മൈനസ് ഇൻഫിനിറ്റി ടു -1 ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു -1. ഇവിടെ ഈ മൈനസ് സൈൻ നമ്മൾ സിഗ്മ സമ്മേഷൻ്റെ പുറത്തെടുത്തു. സോ സമ്മേഷൻ പുറത്തെടുത്ത് അകത്ത് സമ്മേഷൻ്റെ അകത്ത് b raised to n z raised to -n ആണ്. ഇനി ഈ ഫോമിൽ നിന്ന് ലിമിറ്റ് നമ്മൾ ഇനി മാറ്റാൻ പോകണം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ലിമിറ്റ് മാറ്റുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു -1 എന്നെടുക്കുന്നതിന് പകരം ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് n ഈക്വൽ ടു 1 to പ്ലസ് ഇൻഫിനിറ്റി എന്നാണ്. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഇവിടെ വരുത്തുന്ന സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ വിത്ത് 1 ആൻഡ് ദ സെയിം ആണ്. ഇവിടെ വരുത്തിയിരിക്കുന്ന സിംപ്ലിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ദിസ് ബിക്കംസ് b raised to -1 z the whole raised to -n. ഇനി ഇത് b raised to -1 ഇൻറ്റു -n എന്താണ്? ദാറ്റ് ഈസ് b raised to n തന്നെ കിട്ടും അല്ലേ?
minus into minus plus. So b raised to minus 1 into minus n, that is b raised to n. So the same number നമുക്ക് കിട്ടും. ഇനി z raised to minus z raised to 1, z എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം z raised to 1 എന്നാണ്. So z raised to 1 into minus n, that is z raised to minus n. അത് ഇവിടെ അത് തന്നെയാണ് കിട്ടിയത്. So z raised to minus n is same as z the whole raised to minus n. So this becomes minus sigma n equal to 1 to infinity b is raised to minus 1 z the whole raised to minus n. ഇവിടെ ശ്രദ്ധിച്ച് കാരണം ഇവിടെ സമ്മേഷൻ നമ്മൾ എടുത്ത സമയത്ത് n equal to minus infinity to minus 1 എടുക്കുന്നത് ബിയിൽ ഓരോ വാല്യൂസിനും ഇവിടെ കൊടുത്താൽ എന്ത് കിട്ടും? b raised to minus infinity, b raised to ഇപ്പം 1 തൊട്ട് -1 തൊട്ട് അതിൻ്റെ നെഗറ്റീവ് വാല്യൂസ് മാത്രം എടുക്കാം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും കിട്ടുക? ഇവിടെ തിരിച്ച് എടുക്കാം. അതായത് -1 ടു -infinity എന്ന് എടുത്താൽ എങ്ങനെ കിട്ടും? b raised to minus 1, b raised to minus 2, b raised to minus 3, b raised to minus 4, b raised to minus 5, so on. അല്ലേ? ഇനി z-ലെടുത്താലോ ഇവിടെ -n ആണ്. അപ്പോൾ ഇവിടെ -1 എന്നുള്ള വാല്യൂ ഇട്ടാൽ ദിസ് ബിക്കംസ് minus of minus 1, that is plus 1. So z raised to 1, z raised to 2, z raised to 3, z raised to 4 and so on. ഇനി ഇവിടെ അതേ സിമിലാരിറ്റി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇവിടെ n equal to 1 എന്ന് ഇടുകയാണെങ്കിൽ ദിസ് ബിക്കംസ് z raised to minus b raised to minus 1, z whole raised to minus n. So that is b raised to minus കിട്ടുന്നത് b raised to ഇവിടെ കിട്ടുന്നത് b raised to ഇവിടെ minus into minus plus. So b raised to 1 കിട്ടും. n equal to 1 എന്നിട്ടാൽ this b raised to minus 1 the whole raised to minus 1 എന്ന് കിട്ടും അല്ലേ? whole raised to minus 1. Then b raised to minus 1 the whole raised to minus 2, so on. അങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മളുടെ നേരത്തെ കിട്ടിയ -infinity പ്ലസ് -1 ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് നേരെ 1 to ഇൻഫിനിറ്റിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെയും -n എന്നുള്ളത് നമ്മൾ കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമുക്കങ്ങനെ എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ലിമിറ്റ് ഇങ്ങനെ എടുത്താലും ഇത് സെയിമാണ്. അതായത് -infinity to -1 സെയിം ആസ് n equal to 1 to infinity provided we have taken -n as the common factor. Okay. So from this we can write sigma minus sigma n equal to 1 to infinity b raised to minus 1 z raised to n. Previous step in നമ്മൾ എഴുതി, ഇവിടെ നിന്നും ഇതാണ് എഴുതി, അപ്പുറത്തേക്ക് എടുത്ത് എഴുതി. ഓക്കെ. സോ വിച്ച് ഇസ് എക്സ് ഓഫ് ഇസഡ്. ഒന്നുകൂടെ റീറൈറ്റ് ചെയ്ത് എഴുതിയതാണ്, ഇപ്പുറത്തേക്ക് റീറൈറ്റ് ചെയ്തതാണെന്ന്. ആ ആ ആ ആ അതേ പ്രൈസിന് തന്നെയാ? അതേ പ്രൈസിന് തന്നെ ചോദിക്കുന്നുണ്ടോ? COD ഉണ്ടോ? ആ എന്നാൽ കൊടുത്തോ. ഡേറ്റ് എന്നാ? ആ അത് കൊടുത്തോ, കുഴപ്പമില്ല. ആ ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിട്ട് വിളിക്കാം, കൊടുത്തോ, കുഴപ്പമില്ല. That is x of z is equal to minus sigma n equal to 1 to infinity b raised to minus 1 z the whole raised to minus n. ഇപ്പുറത്തുള്ള ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതിയതാണ്. ഓക്കെ, ഈ സെയിം ഇക്വേഷൻ ഇപ്പുറത്തേക്കൊന്ന് എടുത്തെഴുതി. ഓക്കെ, ഇനി അടുത്ത ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് വീണ്ടും ഇവിടെ ഒരു പ്രശ്നം നിൽക്കുന്നത് ലിമിറ്റ് വീണ്ടും ഒന്ന് നമുക്ക് മാറ്റാനായിട്ട് ഇവിടെ n equal to 1 എന്ന് തുടങ്ങുന്നതിന് പകരം n equal to 0 to infinity തന്നെ കിട്ടണം. എന്നാലേ നമുക്ക് നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫോം, അതായത് 1 + r + r² r³ ആ ഒരു ഫോമിലേക്ക് നമ്മൾ സമ്മേഷൻ എത്തിക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ലിമിറ്റ് ഞാൻ n equal to 0 to infinity തന്നെ ആക്കുകയാണ്. സോ for that what you do is x of z, capital X of z is equal to minus sigma, ഇവിടെ മൈനസ് ഞാൻ ബ്രാക്കറ്റ് പുറത്തെടുക്കുന്നു,
മൈനസ് സിഗ്മ n ഈക്വൽ ടു ആദ്യം 0 തൊട്ട് തന്നെ എടുക്കാം 0 ടു ഇൻഫിനിറ്റി അപ്പോൾ ഇവിടെ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടേംസ് ഇവിടെ അത് തന്നെ എഴുതുന്നു. എന്നിട്ട് ഒരു 1 അവിടെ മൈനസ് ചെയ്താൽ സെയിം ആൻസർ കിട്ടും. സോ ദാറ്റ് ഈസ് ബി റേസ് ടു മൈനസ് 1 ഇസഡ് ദ ഹോൾ റേസ് ടു മൈനസ് n മൈനസ് 1 എന്ന് എടുക്കാം. ഇനി ഇത് നമുക്ക് നോക്കാം ഇത് സെയിം ആണോ എന്ന്. കാരണം ഇവിടെ 1 മൈനസ് 1 ഇത് ഇവിടെ n ഈക്വൽ ടു 0 ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ദിസ് ബിക്കംസ് ബി റേസ് ടു 0 ഇസഡ് ബി റേസ് ടു മൈനസ് 1 ഇസഡ് ദ ഹോൾ റേസ് ടു 0 എന്ന് കിട്ടും. സോ എനി നമ്പർ റേസ് ടു 0 ഈസ് 1. അപ്പോൾ ഒരു 1 എന്നുള്ള വാല്യൂ നമുക്ക് എക്സ്ട്രാ ആണ്. ഈ സമ്മേഷൻ സീരീസിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 എന്നുള്ളൊരു സമ്മേഷനിൽ ശരിക്കും ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ n ഈക്വൽ ടു 1 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് തുടങ്ങുന്നത്. അപ്പോൾ 1ലാണ് തുടങ്ങുന്നത്. അപ്പോൾ 0 എന്നുള്ള വാല്യൂ അവിടെ n ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ ഇല്ല. പക്ഷേ അതിന് കറസ്പോണ്ടിങ്ങിൽ ഇവിടെ ഈ സമ്മേഷനിൽ ഒരു 1 എന്ന് കിട്ടും. ആ 1 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സസ് ആണ്, അത് അധികമായതുകൊണ്ട് നമുക്കൊരു 1 അവിടെ മൈനസ് ചെയ്താൽ തുല്യമായി, ആൻസർ തുല്യമായി. അപ്പോൾ ഇവിടെ ലിമിറ്റ് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിമിറ്റ് നമുക്ക് n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റിക്ക് വരാം. വി ക്യാൻ ടേക്ക് ദിസ് ലിമിറ്റ് ഫ്രം n ഈക്വൽ ടു 0 ടു പ്ലസ് ഇൻഫിനിറ്റി. So this can be written this form, that is x of z is equal to minus sigma n equal to 0 to infinity b raised to minus 1 z the whole raised to minus n minus 1. ഇനി നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമിൽ കൊണ്ടുവന്നു. നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, ഇതിനെ നമുക്ക് റിസൾട്ടിലേക്ക് എത്തിക്കാം, എന്നിട്ട് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ ദി അബവ് സീരീസ് converges for modulus of b raised to minus 1 z less than 1. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മോഡുലസ് ഓഫ് ആർ ഇസ് ലെസ് ദാൻ 1 അല്ലേ. സോ 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ ക്യൂ പ്ലസ് എക്സെട്ര ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ആർ ഇഫ് മോഡുലസ് ഓഫ് ആർ ഇസ് ലെസ് ദാൻ 1. അപ്പോൾ ആ കണ്ടീഷനാണ്. ഈ മോഡുലസ് ഓഫ് ആറിന് പകരമാണ് ഇവിടെ ബി ഇസഡ് റേസ് ടു ബി റേസ് ടു മൈനസ് 1 ഇസഡ് എന്ന് പറയുന്നത്. ഇവിടെ ബി റേസ് ടു മൈനസ് 1 ഇസഡ് എന്ന് പറയുന്നത് ആറിന് പകരം എടുക്കുന്നു. സോ ഇവിടെ ആറിന് പകരം എടുത്താൽ ദാറ്റ് ബിക്കംസ് മോഡുലസ് ഓഫ് ആറിന് പകരം ദാറ്റ് ബിക്കംസ് മോഡുലസ് ഓഫ് ബി റേസ് ടു മൈനസ് 1 ഇസഡ് ലെസ് ദാൻ 1 അല്ലേ. സോ ഇങ്ങനെ എടുത്ത് ഇതിന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് what is this actually equal to? That is modulus of the side ഞാൻ നോട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് ബി റേസ് ടു മൈനസ് 1 ഇസഡ് ലെസ് ദാൻ 1 എന്ന് പറയുന്നത് സെയിം ആസ് ടേക്ക് ദി ബി റേസ് ടു മൈനസ് 1 ടു ദ ഡിനോമിനേറ്റർ അല്ലേ. ബി റേസ് ടു മൈനസ് 1 ഇസഡിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി എങ്ങനെ എഴുതാം? ഇസഡ് ബൈ ബി എന്ന് വരും. കാരണം ബി റേസ് ടു മൈനസ് 1 is same as 1 by b. b raised to minus 1 is same as 1 divided by b into z, or which is z by b. So this is modulus of z by b less than 1 അല്ലേ. modulus of z by b less than 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇവിടെ എപ്പോഴാണ് ഇത് ലെസ് ആവുന്നത്? 1നേക്കാൾ കുറയണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ z അല്ലേ. അല്ല, ഇവിടെ തിരിച്ച കണ്ടീഷൻ, അത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ 1 ആവണമെങ്കിൽ മോഡുലസ് ഓഫ് ബി ഷുഡ് ബി ലെസ് ദാൻ, അല്ലെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിൽ മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇസഡ് ബൈ ബി ഷുഡ് ബി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം, മോഡുലസ് ഓഫ് ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇസഡ്, മോഡുലസ് ഓഫ് ഇസഡ്, ഓർ റാദർ വി ക്യാൻ അഗെയിൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ബി എന്നും പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. So we can say that modulus of z is less than b അല്ലേ, ഇങ്ങനെ പറയാം. കാരണം ഇത് സെയിം തന്നെയാണ്. നേരത്തെ പറഞ്ഞ് നമ്മൾ ഓൾട്ടർനേറ്റ് വേറെ രീതിയിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞപ്പോൾ ഡിനോമിനേറ്റർ ഗ്രേറ്റർ ആണെന്നുള്ള ഇപ്പുറത്തെടുത്തു, അത് ഇപ്പുറത്തേക്ക് എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ തിരിച്ച് പറയുന്നു മോഡുലസ് ഓഫ് z ഈസ് ലെസ് ദാൻ b. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എന്താ? മോഡുലസ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ z എന്നാണ് വരുന്നത് അല്ലേ. മോഡുലസ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ z ആവുന്ന സമയത്ത് എന്ത് പറ്റും? ഡിനോമിനേറ്റർ ഇസഡിനേക്കാളും ഡിനോമിനേറ്ററിലുള്ള ബി എന്ന് പറയുന്ന ഇസഡിനേക്കാളും വലുതായി കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ വിൽ ബി ലെസ് ദാൻ 1 അല്ലേ. ദി വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇസഡ് ബൈ ബി വിൽ ബി ലെസ് ദാൻ 1. സോ ഇവിടെ ക്യാൻ റൈറ്റ് ദിസ് ആസ് ടു അറ്റൈൻ ദിസ് കണ്ടീഷൻ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇസഡ് ബൈ ബി ഈസ് ലെസ് ദാൻ 1, ദി മോഡുലസ് ഓഫ് ഇസഡ് ഷുഡ് ബി ലെസ് ദാൻ ബി അല്ലേ.
or in other words b should be greater than modulus of z എന്ന് പറയാം. Then can write this here, ഇവിടെ എഴുതാം, that is modulus of z is less than b. Okay, so therefore x of z, capital X of z is equal to minus ഇവിടെ നമ്മുടെ ജനറൽ ഫോമിൽ നമുക്കറിയാം ഇതാണ് 1 പ്ലസ് ആർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ ക്യൂ പ്ലസ് എക്സെട്രയുടെ നമ്മൾ 1/1 മൈനസ് ആർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ആറിന് പകരം വി ഹാവ് ടു റൈറ്റ് ബി റൈസ് ടു -1 z അല്ലേ. അപ്പോൾ നമുക്കവിടെ എഴുതാം 1/1 മൈനസ് ആർ is 1 by, we can write this of the form 1 divided by 1 minus r. So where r is equal to b raised to -1 z. നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, -1 divided by minus whole bracket 1 divided by, ഇപ്പോൾ ഈ സമ്മേഷൻ എഴുതാനുള്ള ഈ സമ്മേഷൻ ആദ്യം എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സമ്മേഷൻ ആദ്യം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ബി റൈസ് ടു -1 ഇസഡിനെ ആറുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദിസ് ബിക്കംസ് നേരത്തെ കിട്ടിയ സീരീസ് എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടും 1 പ്ലസ് ആർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ ക്യൂബ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ആൻഡ് അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു 1 എന്ന് പറയുന്നത് ഈ സീരീസിൽ അധികമാണ്, അപ്പോൾ അത് ഇവിടെ 1 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടുക 1/1 മൈനസ് ആർ -1 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് 1/1 മൈനസ് ബി റൈസ് ടു 1/1 മൈനസ് 1 minus b raised to -1 z -1 ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ എൽ സി എടുക്കാം. ഇവിടെ എൽ സി എടുക്കുന്ന ഈ പാർട്ടിൻ്റെ എൽ സി നമുക്ക് എടുക്കാം. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 1 മൈനസ് z ബൈ ബി അല്ലേ. ബി റൈസ് ടു -1 ഡിനോമിനേറ്റർ കൊണ്ടുവന്നാൽ ദിസ് ബിക്കംസ് z ബൈ ബി ആൻഡ് ടേക്ക് ദ എൽ സി എം ഓഫ് ദിസ് പാർട്ട്. സോ ദാറ്റ് ഈസ് x of z equal to capital X of z equal to minus 1 divided by 1 minus z by b എന്ന് കിട്ടും അല്ലേ. 1 minus z by b minus 1 എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. x of z is equal to minus of 1 divided by LC എടുക്കാം. So this is b into 1, that is b, minus z whole divided by b. So b minus z the whole divided by b minus 1, or again take the reciprocal of this denominator. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും, 1 divided by b minus z by b എന്നാണ്. അപ്പോൾ taking the reciprocal of this we get b divided by b minus z. So that is minus of b divided by b minus z minus 1. അല്ലേ, ഇങ്ങനെ കിട്ടും. ദെൻ ഇതിനെ വീണ്ടും ഒന്നുകൂടെയും എൽ സി എടുക്കാം ഇവിടെ. അപ്പോൾ ഇവിടെ ബി ഡിവൈഡ് ബൈ ബി മൈനസ് ഇസഡും ഇവിടെ -1 ഉണ്ട്. അപ്പോൾ ഈ ബി മൈനസ് ഇസഡിനെ ഈ 1 മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ബി മൈനസ് ഇസഡ് നമുക്ക് എൽ സി എടുത്ത് എഴുതാം. ദിസ് ബിക്കംസ് ഈക്വൽ ടു മൈനസ് ബി ഡിവൈഡ് ബൈ ബി മൈനസ് ഇസഡ് ടോട്ടൽ ഡിനോമിനേറ്റർ മൈനസ് ഓഫ് ബി മൈനസ് ഇസഡ് ഇങ്ങനെ കിട്ടും.
ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഈക്വൽ ടു മൈനസ് ബി, ഇവിടെ മൈനസ് ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ഈക്വൽ മൈനസ് ബി, ബി മൈനസ് ബി, ബി മൈനസ് ബി, ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് ബിക്കംസ് പ്ലസ്, പ്ലസ് ഇസഡ്, പ്ലസ് ഇസഡ് ഹോൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് ഇസഡ്. ഇവിടെ ഒരു പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് ബിക്കംസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി, ബി ഇസഡ് ബൈ ബി മൈനസ് ഇസഡ്, ഇസഡ് ബൈ ബി മൈനസ്. സോ ഇവിടെ മൈനസ് ഈക്വൽ ടു capital X of Z equal to minus of Z by B minus Z, Z by B minus Z, minus of Z by B minus Z. അല്ലേ, കിട്ടി. ഇവിടെ ഈ മൈനസിനെ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാവുന്നത്, ഇവിടെ ഒരു മൈനസ് വെച്ചിട്ട് നമ്മൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇഫ് യു മൾട്ടിപ്ലൈയിങ് ദ ഡിനോമിനേറ്റർ വിത്ത് -1 ആൻഡ് ദ ന്യൂമറേറ്റർ ഓൾസോ വിത്ത് -1, നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ ഫോമിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് മൈനസിനെ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് നമുക്ക് മൈനസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ മൾട്ടിപ്ലൈ. സോ ദാറ്റ് ബിക്കംസ് മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് ബി മൈനസ് ഇസഡ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. So this is equal to minus of minus z divided by, ഇവിടെ you can multiply this minus into the bracket. So this becomes minus into minus z becomes z, minus into plus b becomes minus b. So this becomes simply z minus b. ഇവിടെ നമുക്ക് z minus b എന്ന് എഴുതാം. സോ ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ ഇവിടെ ഓൾറെഡി മൈനസ് സൈൻ പുറത്തുണ്ട്, അത് ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ we get this is equal to z divided by z minus b എന്ന് കിട്ടും. നമ്മുടെ എക്സ്പെക്റ്റഡ് ആൻസർ കിട്ടി, z by z minus b. ഓക്കെ, സോ ഇനി ഇവിടെ ആർ ഒ സി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർ ഒ സി എന്ന് പറയുന്നത് എന്താണ്? സോ ആർ ഒ സി ഈസ് മോഡുലസ് ഓഫ് z is less than b. So the above series converges for modulus of b raised to -1 z less than 1, or that is modulus of z is less than b എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിടെ നമുക്കൊന്ന് എടുത്ത് എഴുതാം. സോ ഹിയർ ആർ ഒ സി is modulus of z less than b. So now we can write the ROC is now the interior of a circle having radius b. കാരണം ഇവിടെ നമുക്ക് നേരത്തെ എ എന്നാണ് നിന്ന്, ഇവിടെ ഇപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബി ആണ്. കാരണം z by z മൈനസ് ആർ, ആറിന് ഉള്ള സ്ഥലത്ത് നമുക്കിവിടെ ബി ആണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. സോ വെയർ ബി ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, സോ ദാറ്റ് z by z മൈനസ് ബി, വെയർ ബി ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സോ വി ക്യാൻ സേ ദാറ്റ് ദി ആർ ഒ സി ഈസ് നൗ ദി ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ ഹാവിങ് റേഡിയസ് ബി. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ മോഡുലസ് ഓഫ് z ഷുഡ് ബി ലെസ് ദാൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആവുകയാണെങ്കിൽ മോഡുലസ് അഥവാ z എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് നമ്മൾ കണക്കാക്കുമ്പോൾ ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദ റേഡിയസ് ബി എന്നാണ്. അപ്പോൾ നമുക്കത് പ്ലോട്ട് ചെയ്ത് പിക്ചോറിയലായിട്ട് എന്താണെന്ന് നോക്കാം, വരച്ച് നോക്കാം.
ഇവിടെ ഇസഡ് പ്ലെയിനിൻ്റെ റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും വരയ്ക്കുന്നു. പ്ലെയിനിൻ്റെ റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും വരയ്ക്കുന്നു. സോ ദിസ് ഇസ് ദ റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആൻഡ് ദിസ് ഇസ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. ദെൻ വി ക്യാൻ ഡ്രോ ദ സർക്കിൾ. ഇപ്പോൾ ഇവിടെ ഒരു പോള് മാർക്ക് ചെയ്യണം. ഒരു ക്രോസ് ഇട്ടു, അവിടെ പോൾ മാർക്ക് ചെയ്തു. ആ പോൾ എന്ന് പറയുന്നത് എവിടെയാണ്? ദാറ്റ് ഈസ് അറ്റ് ബി അല്ലേ? അത് പോൾ അറ്റ് ബി. ദെൻ ഹിയർ can mark the 0 at the origin and this radius is b. ഈ radius of the circle എന്ന് പറയുന്നത് that is b. Then this is the entire z plane. Then we can shade the area. Area will be interior to the circle. ഇങ്ങനെ ആയിരിക്കും കിട്ടുക. നേരത്തേത് എക്സ്റ്റേണൽ ടു ദ സർക്കിളാണ്. കാരണം അവിടെ മോഡലേഴ്സ് ഓഫ് നേരത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ ഫിഗറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ അതങ്ങനെ ഔട്ട്സൈഡ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ മോഡലേഴ്സ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇസഡ് പ്ലെയിനിലുള്ള റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസിന് പുറത്താണ്. ഈ ഭാഗത്താണ് റേഡിയസിന് പുറത്ത് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ സർക്കിൾ വരും. പക്ഷേ ഇപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്നതിൽ ഇൻസൈഡ് ദ സർക്കിളാണ് വരിക. അപ്പോൾ ഇൻസൈഡ് ദ സർക്കിൾ കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ബി ആണ്. മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി, വെയർ ബി ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഏരിയ ആണ്. റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഏരിയ ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ദ റേഡിയസ് ബി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. സോ ദിസ് ഷെയ്ഡഡ് പോർഷൻ ഷോസ് ദ region of convergence. Okay. So here so this is the region of the shaded portion shows the region of convergence. So now let us proceed to the next problem. So ROC of a two-sided sequence. ROC or region of convergence of two-sided sequence, infinite duration sequence. ഇവിടെ infinite duration ആണ്, പക്ഷേ അത് two-sided sequence ആണ്. So you can work out the example. Question: x of n is equal to find the Z transform and ROC, region of convergence of the two-sided sequence.
that is x of n equal to a raised to n u of n plus b raised to n u of minus n minus 1. അപ്പോൾ ഇത് നമുക്ക് കാണാം, കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുണ്ടായിരുന്നത് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എ റേസ് ടു എൻ യൂറോ ഓഫ് എൻ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ട്, ഇപ്പോൾ തന്നിരിക്കുന്ന ടു സൈഡ് സീക്വൻസിലെ ഫസ്റ്റ് പാർട്ട് എ റേസ് ടു എൻ യു ഓഫ് എൻ അത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിലുള്ള മൈനസ് ബി റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ഇതാണ് ടു സൈഡ് സീക്വൻസിലുള്ള സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടാം പാർട്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ROC ആയിരിക്കും നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലത്തിൽ കിട്ടുക. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം, ROC മാത്രം പ്ലോട്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഹിയർ വി ഹാവ് a raised to n u of n plus b raised to n u of minus n minus 1. Okay, so a raised to n u of n plus b raised to n u of minus n minus 1. ഇപ്പോൾ ഇവിടെ നമുക്കിത് സോൾവ് ചെയ്യാം. So the Z transform is given by solution capital X of Z is equal to സിഗ്മ, ആദ്യത്തെ പാർട്ട് ഇക്വേഷൻ അത് തന്നെ എഴുതാം. ആദ്യം കിട്ടിയ പ്രോബ്ലത്തിൻ്റെ സെയിം സ്റ്റെപ്പ് ഇവിടെ, ദറ്റ് ഇസ് n equal to 0 to infinity a raised to n z raised to minus n. ഇനി അടുത്തത് രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ സമ്മേഷൻ, ദാറ്റ് ഈസ് n equal to മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1, മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 b raised to n z raised to minus n. ഇങ്ങനെയാണ് കിട്ടിയത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. സോ ഇനി ഇവിടെ നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് ആ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ അതേ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്സ് ഒന്ന് ക്യാരി ചെയ്താൽ മതി. അത് തന്നെ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് n equal to 0 to plus infinity a z raised to minus 1 the whole raised to n എന്ന് കിട്ടും. കാരണം ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ കിട്ടും. a raised to n z raised to minus 1 into minus n, minus 1 into n, that is z raised to minus n. So ഇത് തന്നെ കിട്ടും നമുക്ക്. So a z raised to minus 1 the whole raised to n plus രണ്ടാമത്തെ പാർട്ട് സിഗ്മ n equal to 1 to infinity. കാരണം നമ്മളവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്തതാണ്, കഴിഞ്ഞതിൽ ചെയ്തത് അങ്ങനെയാണ്. സെക്കൻഡ് പ്രോബ്ലത്തിൽ ചെയ്തപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 എന്നുള്ള ലിമിറ്റ് നമ്മൾ n equal to 1 to infinity എന്നാക്കി അല്ലേ. n equal to 1 to infinity എന്നാക്കാൻ വേണ്ടി നമ്മളൊരു സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് ചെയ്തത് ഇതിനെ നേരെ ഇങ്ങനെ എഴുതി, b raised to minus 1 z the whole raised to n എഴുതി. സോ ദിസ് ഇസ് സെയിം, അതുകൊണ്ട് എന്താ സെയിം, കാരണം b raised to minus 1 ഇൻറ്റു n എന്ന് പറയുന്നത് b raised to minus n കിട്ടി അല്ലേ. b raised to minus n z raised to n എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു b raised to minus 1, b raised to n equal to 1 to infinity b raised to minus
ബി റേസ് ടു മൈനസ് എൻ ഇസഡ് റേസ് ബി റേസ് ടു മൈനസ് എൻ ഇസഡ് റേസ് ടു എൻ എന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോബ്ലം കഴിഞ്ഞ മിസ്റ്റേക്ക് ഒരു പ്രോബ്ലത്തിൽ ഇവിടെ ഒരു സ്റ്റെപ്പിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ആ ലിമിറ്റ് അവിടെ എടുത്ത സമയത്ത് അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ അതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഒരു മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ദിസ് ഇസ് ബി റേസ് ടു മൈനസ് വൺ ഇസഡ് ഹോൾ റേസ് ടു മൈനസ് എൻ എന്നുള്ളത് n = 1 to ഇൻഫിനിറ്റി എടുക്കുന്ന സമയത്ത് ഇവിടെ മൈനസ് എൻ ആവശ്യമില്ല. ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഇവിടെ ഇത് പ്ലസ് എൻ ആണ്. സോ അങ്ങനെ എടുത്താൽ നമുക്കിവിടെ ദിസ് ബിക്കംസ് ബി റേസ് ടു മൈനസ് എൻ ഇസഡ് റേസ് ടു എൻ എന്ന് കിട്ടും. അപ്പോൾ എന്നാൽ മാത്രമാണ് നമ്മുടെ സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വണ്ണിനെ ഫ്രം n = പ്ലസ് ഇൻഫിനിറ്റി ആക്കാൻ പറ്റുള്ളൂ. ഇവിടെ അത് ഒരു എറർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിലെ പ്രിൻറ്റിങ് എററാണ് എനിക്കത് അവിടെ ഒരു സംശയം വന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഞാൻ എഴുതിയെങ്കിലും അത് കറക്റ്റ് ഇതാണ്. ഈ സമ്മേഷൻ്റെ ലിമിറ്റ് നമ്മൾ n = മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എന്നുള്ളത് നമ്മൾ n = 1 to ഇൻഫിനിറ്റി ആക്കുന്ന സമയത്ത് ഇവിടെ ഇത് ബി റേസ് ടു മൈനസ് വൺ ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കാം. ബി റേസ് ടു മൈനസ് വൺ ആക്ച്വലി ബി റേസ് ടു മൈനസ് വൺ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ബി റേസ് ടു മൈനസ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ ആണ്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ അത് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ഒന്ന് എഴുതുകയാണെങ്കിൽ അതായത് ഈ സ്റ്റെപ്പിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് എഴുതാം മൈനസ് സിഗ്മ minus sigma n equal to minus infinity to minus 1 b raised to minus 1 എന്നുള്ള ഞാൻ മൈനസ് എൻ എന്ന് ഇവിടെ ആദ്യം എഴുതാം. ബി റേസ് ടു മൈനസ് എൻ ഇസഡ് റേസ് ടു എൻ ഇങ്ങനെയാണ് ബി റേസ് ടു മൈനസ് എൻ. അപ്പോൾ ഇവിടെ സമ്മേഷൻ ലിമിറ്റ് മാറ്റാം. സമ്മേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ബിക്കംസ് n = 1 to ഇൻഫിനിറ്റി. ഇപ്പോൾ ഇവിടെ നിന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അതായത് ഈ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എന്നുള്ള ലിമിറ്റ് ഞാൻ n = 1 to ഇൻഫിനിറ്റി ആക്കി. അങ്ങനെ ആക്കുന്ന സമയത്ത് ഇവിടെ ഈ വേരിയബിൾ വന്ന ചേഞ്ച് ബി റേസ് ടു മൈനസ് എൻ എന്നുള്ളത് ബി റേസ് ടു മൈനസ് എൻ ആയി, ഇസഡ് റേസ് ടു മൈനസ് എൻ എന്നുള്ളത് ഇസഡ് റേസ് ടു എൻ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്നിന് 1 തൊട്ട് ഇൻഫിനിറ്റി വരെ വാല്യൂ കൊടുത്താൽ എന്ത് സംഭവിക്കും? ദിസ് ബിക്കംസ് ബി റേസ് ടു മൈനസ് വൺ, ബി റേസ് ടു മൈനസ് ടു, ബി റേസ് ടു മൈനസ് ത്രീ, ബി റേസ് ടു മൈനസ് ഫോർ. ഇസഡിൻ്റെ കേസിൽ ഇസഡ് റേസ് ടു 1, ഇസഡ് റേസ് ടു 2, ഇസഡ് റേസ് ടു 3, ഇസഡ് റേസ് ടു 4. അത് തന്നെയാണ് ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്താലും കിട്ടുന്നത്. ഇവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ കിട്ടുന്നത് -1 വാല്യൂ ഇടാം. സോ ദിസ് ബിക്കംസ് ബി റേസ് ടു -1. ദെൻ അടുത്ത് -2 ഇടാം. അപ്പോൾ ബി റേസ് ടു -2, അടുത്ത് ഇട്ടാൽ ബി റേസ് ടു -3, അടുത്ത് ഇട്ടാൽ ബി റേസ് ടു -4. അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെ n = 1 കൊടുത്താൽ ബി റേസ് ടു -1, കാരണം ഇവിടെ മൈനസ് ഓൾറെഡി ഇവിടെ കിടക്കണം. അപ്പോൾ മൈനസ് ബി റേസ് ടു എന്നിന് പകരം ബി റേസ് ടു -n ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ലിമിറ്റ് 1 to ഇൻഫിനിറ്റി ഇട്ടാൽ ഇവിടെ സെയിം ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്യുന്നത് തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്താലും കിട്ടും. സോ ദിസ് ബിക്കംസ് n = ബി റേസ് ടു -1, ബി റേസ് ടു -2, ബി റേസ് ടു -3 എക്സെട്ര. ഇവിടെ ഇസഡിൻ്റെ കേസിൽ ഇവിടെ ഇസഡ് ഓൾറെഡി ഇസഡ് റേസ് ടു -1 ആണ്. അപ്പോൾ -1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1, സോ ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ഇസഡ് റേസ് ടു 1. ഇവിടെ അടുത്തത് എന്നിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2, ദാറ്റ് ഈസ് +2, ഇസഡ് റേസ് ടു 2. അപ്പോൾ നമുക്ക് ഇതേ സംഗതി തന്നെ ഇവിടെയും കിട്ടും. n = 1 to ഇൻഫിനിറ്റി ഇട്ടാൽ n = 1 ഇട്ടാൽ ഇസഡ് റേസ് ടു 1, ഇസഡ് റേസ് 2 ഇട്ടാൽ ഇസഡ് റേസ് ടു 2, 3 ഇട്ടാൽ ഇസഡ് റേസ് ടു 3. അത് തന്നെ ഇവിടെയും കിട്ടുന്നത്. n = -1 ഇട്ടാൽ ഇസഡ് റേസ് ടു 1, -2 ഇട്ടാൽ ഇസഡ് റേസ് ടു 2, -3 ഇട്ടാൽ ഇസഡ് റേസ് ടു 3. കാരണം
മൈനസ് ഇൻറ്റു മൈനസ് എന്ന് വരും, അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്ഷൻ വന്നിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല. ഇപ്പോൾ ഇത് ക്ലിയറായി. ഇവിടെ ഒരു ആ സ്റ്റെപ്പിലൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, അതൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ. ഞാനത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നവർ ഈ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു മൈനസ് സൈൻ കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാണ്, പക്ഷേ അതൊരു പ്രോബ്ലത്തിൽ നമുക്കൊരു മിസ്റ്റേക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് ഈ സ്റ്റെപ്പിലേക്ക് പോകാം. കാരണം ഇവിടെ ഇനി എന്താ അടുത്ത് ചെയ്യാൻ പോണത്, ഈ n എന്ന് പറയുന്നത് ഇനി കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കാം അല്ലേ. പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു മൈനസ് സിഗ്മ. ഈ സ്റ്റെപ്പ് തന്നെ കിട്ടും, ഇവിടെ എഴുതാൻ സ്ഥലമില്ല, കുറച്ച് മുകളിലേക്ക് ഇങ്ങോട്ട്. സെയിം സ്റ്റെപ്പാണ്, സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്നാലും ഇവിടെ നിന്ന് അത് കിട്ടുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചേക്കട്ടെ. മൈനസ് സിഗ്മ n equal to 1 to infinity. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങനെ തന്നെ എഴുതി, മൈനസ് സിഗ്മ n equal to 1 to infinity എന്നുള്ളത് ഇവിടെ എഴുതി. ഇനി ഇവിടെ b റൈസ് ടു മൈനസ് n z റൈസ് ടു n എന്നുള്ളത് കോമൺ ഫാക്ടർ n പുറത്തെടുക്കാം, റൈസ് ടു n ആക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അത് b റൈസ് ടു മൈനസ് 1 z ദ ഹോൾ റൈസ് ടു n എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് b റൈസ് ടു മൈനസ് 1 z ദ ഹോൾ റൈസ് ടു n. സോ അത് തന്നെയാണ് ഇവിടെ നമുക്ക് ഈ സ്റ്റെപ്പിൽ ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത്. ഈ സ്റ്റെപ്പ് അത് സെയിം തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. സോ അവിടെ സ്റ്റെപ്പ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നൗ ഇതാണ് ഇവിടെ പ്രോബ്ലത്തിൽ വന്ന മാറ്റം. അത് ഈ തേർഡ് പ്രോബ്ലത്തിൽ ആക്ച്വലി അത് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് എനിക്ക് അങ്ങനെ മനസ്സിലായത്. ഇവിടെ അത് മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഇവിടെ മിസ്റ്റേക്സ് ഒന്നുമില്ല. ഈ പ്രോബ്ലം ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ തേർഡ് പ്രോബ്ലം അവർ കാണിച്ച സൊല്യൂഷനിൽ ഇത് ഈ രീതിയിൽ തന്നെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. സിഗ്മ n equal to 1 to infinity b റൈസ് ടു മൈനസ് 1 z ദ ഹോൾ റൈസ് ടു n ആണ്. നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അത് മൈനസ് n ആയിരുന്നു, അത് അവിടെയായിരുന്നു മിസ്റ്റേക്ക്. മൈനസ് അല്ല, അത് പ്ലസ് n ആണ്. സോ സിഗ്മ n equal to 1 to infinity b റൈസ് ടു മൈനസ് 1 z റൈസ് ടു n. അപ്പോൾ ഇവിടെ സിഗ്മ സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1ൻ്റെ ലിമിറ്റ് നമ്മൾ മാറ്റി n equal to 1 to infinity ആക്കി. ഇവിടെ b റൈസ് ടു n z റൈസ് ടു മൈനസ് n നമ്മൾ ഇങ്ങനെ ആക്കി, ബി റൈസ് ടു പ്ലസ് എന്നിനെ മൈനസ് n ആക്കി, ബി റൈസ് ടു മൈനസ് 1 z റൈസ് ടു പ്ലസ് n എന്നാക്കി. അപ്പോൾ ഇവിടെ എന്നിട്ട് അതിൻ്റെ കോമൺ ഫാക്ടർ n പുറത്തെടുത്തു. അപ്പോൾ ബി റൈസ് ടു മൈനസ് 1 z ദ ഹോൾ റൈസ് ടു n എന്ന് എഴുതാൻ പറ്റി. സമ്മേഷൻ അപ്പോൾ മാറ്റി കിട്ടി നമുക്ക്. മൈനസ് ഇൻഫിനിറ്റി മൈനസ് 1 എന്നുള്ള ഇൻഫിനിറ്റി സമ്മേഷൻ മാറി n equal to 1 to infinity എന്നാക്കി. ഇനി ഈ സീരീസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ രണ്ടും ഒരേ ആൻസർ കിട്ടും. നമുക്ക് ഇട്ട് നോക്കാം. n equal to 1 ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ബി റൈസ് ടു മൈനസ് 1 z റൈസ് ടു 1. n equal to 2 ഇട്ടാൽ ബി റൈസ് ടു മൈനസ് 2 z റൈസ് ടു 2. അത് തന്നെ ഇവിടെയും കിട്ടും. n equal to മൈനസ് 1 ഇട്ടാൽ ബി റൈസ് ടു മൈനസ് 1 z റൈസ് ടു 1 എന്ന് കിട്ടും. അത് തന്നെയാണല്ലോ ഇവിടെ കിട്ടിയത്. ഇനി മൈനസ് 2 ഇട്ടാൽ ബി റൈസ് ടു മൈനസ് 2 z റൈസ് ടു 2 എന്ന് കിട്ടും. സെയിം ഇവിടെ തന്നെ അത് തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ സമ്മേഷൻ ലിമിറ്റ് മാറ്റാൻ നമുക്ക് പറ്റി. അപ്പോൾ ഈ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി എക്സ്പ്രസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിലേക്ക് ഇനി ഇത് ഫർദർ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ നേരത്തെ ഇതിൻ്റെ ROC നമ്മൾ വരച്ച് കഴിഞ്ഞാണ്. ROC നമ്മൾ എന്താണെന്നുള്ള നമുക്ക് ഓൾറെഡി ഫസ്റ്റ് പ്രോബ്ലത്തിന് സെക്കൻഡ് പ്രോബ്ലത്തിന് കിട്ടി. സോ അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് എഴുതാനേ എനിക്കുള്ളൂ. ബാക്കി സ്റ്റെപ്സ് നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിൽ നിന്നും സെക്കൻഡ് പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. അത് റിപ്പീറ്റിഷൻ ആയതുകൊണ്ട് ഇവിടെ ഒഴിവാക്കുകയാണ്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പവർ സീരീസ് കൺവേർജസ്. പവർ സീരീസ് എന്ന് പറയാൻ കാരണം റൈസ് ടു വരുന്നതുകൊണ്ടാണ്. 1 + r + r² + r³ അത് പവർ ആയതുകൊണ്ട്, ആറിൻ്റെ പവർ ആയതുകൊണ്ട് നമുക്ക് അതിനെ പവർ സീരീസ് എന്ന് വിളിക്കാം. ദി ഫസ്റ്റ് പവർ സീരീസ് കൺവേർജസ് ഇഫ് മോഡുലസ് ഓഫ് az റൈസ് ടു മൈനസ് 1 ഈസ് ലെസ് ദാൻ 1. കാരണം ഇതൊരു അതേ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. മോഡുലസ് ഓഫ് az റൈസ് ടു മൈനസ് 1 ഈസ് ലെസ് ദാൻ 1 ഓർ സിംപ്ലി മോഡുലസ് ഓഫ് z ഈസ് ഗ്രേറ്റർ ദാൻ a. അപ്പോൾ ഇത് ആ സ്റ്റെപ്പ് തന്നെ എടുത്തെഴുതിക്കുക. ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ആയിരുന്ന കൺവേർജൻസിൻ്റെ അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ എടുത്തെഴുതിക്കുക. മോഡുലസ് ഓഫ് az റൈസ് ടു മൈനസ് 1 ഈസ് ലെസ് ദാൻ 1 ഓർ മോഡുലസ് ഓഫ് z ഈസ് ഗ്രേറ്റർ ദാൻ a. ഇപ്പോൾ ഇവിടെ എങ്ങനെ അത് കിട്ടിയെന്നുള്ളത്
വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എങ്കിലും എ z റൈസ് ടു -1 വി ക്യാൻ റൈറ്റ് ആസ് മോഡുലസ് ഓഫ് എ ബൈ ഇസഡ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഈ മോഡുലസ് ഓഫ് എ ബൈ ഇസഡ് ലെസ് ദാൻ 1 ആവണേ എന്ത് വേണം? മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ. അങ്ങനെയാണ് മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് എഴുതിയത്. ഇനി അടുത്തത് ദി സെക്കൻഡ് പവർ സീരീസ്. The second power series converges if modulus of b raised to -1 modulus of b raised to -1 z modulus of b raised to -1 z is less than 1. അപ്പോൾ അതും സെക്കൻഡ് പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയ കൺവേർജൻസ് അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതി. അത് തന്നെ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ അവിടെ എഴുതിയത്. സെക്കൻഡ് പ്രോബ്ലത്തിൻ്റെ കൺവേർജൻസ് സ്റ്റെപ്പ് എഴുതിയപ്പം നമ്മൾ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് അവിടെ എഴുതിയത്. സോ മോഡുലസ് ഓഫ് ബി റൈസ് ടു -1 ഇസഡ്. കാരണം ഇവിടെ ഇതിൻ്റെ ബാക്കി കാൽക്കുലേഷൻസ് ഞാൻ പോകുന്നില്ല, കാരണം സെക്കൻഡ് പ്രോബ്ലത്തിൻ്റെ റെപ്പിറ്റേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ആ സ്റ്റെപ്സ് അവിടെ നിന്ന് നോക്കിയാൽ മതി, അത് സെയിം ആണ്. മോഡുലസ് ഓഫ് ബി റൈസ് ടു -1 ഇസഡ് ഈസ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് ബി. മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ബി. ഓർ മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ബി എന്ന് കിട്ടും. മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ബി എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ കേസിൽ മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ ആവുന്നു. എ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിളാണ്. ദെൻ രണ്ടാമത്തേൽ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ആവുന്നു, വേർ ബി ഈസ് ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് സർക്കിൾ. ഇപ്പോൾ ഇവിടെ രണ്ട് സർക്കിൾ കിട്ടി. ഒരു സർക്കിളിൻ്റെ റേഡിയസ് എയും രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസ് ബിയുമാണ്. ഇനി നമുക്കിത് പ്ലോട്ട് ചെയ്യാം. ഇത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടുമെന്നുള്ളത്, റീജിയൻ ഓഫ് കൺവേർജൻസ് എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്, മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി എന്നൊരു കണ്ടീഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു റീജിയൻ വരും അല്ലേ. ഇസഡ് പറയുന്ന റീജിയൻ ഒരു എക്സ്റ്റീരിയർ ടു എ ആണ്. ദെൻ ലെസ് ദാൻ ബി എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ടു ബി എന്ന് പറയുന്ന ഒരു റീജിയൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും നമുക്ക് ഷെയ്ഡ് ചെയ്ത് മാർക്ക് ചെയ്യാം. മോഡുലസ് ഓഫ് പ്ലെയിൻ മോഡുലസ് ഓഫ് ബി ഈസ് ലെസ് ദാൻ എ, മോഡുലസ് ഓഫ് എ. രണ്ടാമത് മോഡുലസ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് എ. ഇതിനകത്ത് രണ്ട് പ്ലോട്ടുകൾ നമുക്ക് വരയ്ക്കേണ്ടി വരും. കാരണം ഇവിടെ നമ്മൾ പ്രൊവൈഡഡ് നമ്മളിവിടെ എ ആണോ ബി ആണോ വലുതെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇസഡിൻ്റെ കമ്പാരിസൺ എ ആയിട്ട് നോക്കുമ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ എന്നൊന്ന് പറഞ്ഞു. രണ്ടാമതിൽ മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേസമയം ഇവിടെ രണ്ട് കണ്ടീഷൻ വരും. ഒന്നെങ്കിൽ എയുടെ വാല്യൂ ബീനേക്കാൾ കൂടുതലായിരിക്കാം, ഇല്ലേ എയുടെ വാല്യൂ ബീനേക്കാൾ ചെറുതായിരിക്കാം. അപ്പോൾ അതനുസരിച്ച് രണ്ട് പ്ലോട്ട് നമുക്ക് വരയ്ക്കാനുണ്ട്. സോ ലെറ്റ് us try to plot the figure. So this is real part of Z, this is the imaginary part of Z, and here this is the real part of Z, and this is the imaginary part of Z. ഇങ്ങനെ രണ്ട് റിങ് കിട്ടും.
അപ്പോൾ ആദ്യം എ എന്ന് പറയുന്ന എക്സ്റ്റീരിയർ സർക്കിൾ എടുക്കാം, ദെൻ ബി എന്ന് പറയുന്ന ഇൻറ്റീരിയർ സർക്കിൾ എടുക്കാം. ഓക്കെ, ബി എന്ന് പറയുന്ന ഇൻറ്റീരിയർ സർക്കിൾ. ഇനി ഇവിടെ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ബി എന്ന് പറയുന്ന സർക്കിൾ, റേഡിയസുള്ള സർക്കിൾ ഷെയ്ഡ് ചെയ്തു. അടുത്തത് എ എന്ന് പറയുന്ന സർക്കിൾ നമുക്ക് അതിൻ്റെ എക്സ്റ്റീരിയർ പാർട്ട് ഷെയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഷെയ്ഡഡ് പോർഷൻ നമ്മൾ വരച്ചു. ഇപ്പോൾ ഈ കേസിൽ ക്യാൻ സേ ദാറ്റ് ദി ഇസഡ് പ്ലെയിൻ, ഹിയർ ദിസ് ഈസ് ദ ഇസഡ് പ്ലെയിൻ വേർ മോഡുലസ് ഓഫ് ബി ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എയും ബി എന്ന് പറയുന്ന രണ്ട് സർക്കിളാണ്. ദർ ആർ ടു സർക്കിൾസ് വിത്ത് റേഡിയസ് ബി ആൻഡ് റേഡിയസ് എ. സോ ദ ഇൻറ്റീരിയർ സർക്കിൾ ഈസ് ഓഫ് റേഡിയസ് ബി ആൻഡ് ദ exterior circle is having radius a. So the condition here, region of convergence, when you are plotting this, the region of convergence lies in the region where modulus of b is less than the modulus of a. അതായത് മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ മോഡുലസ് ഓഫ് എ ആവുന്ന റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന പർട്ടിക്കുലർ റീജിയനാണ്. മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ എ ആവുന്ന റീജിയൻ. മോഡുലസ് ഓഫ് ബി ഇസ് ലെസ്. സോ ഇൻ ബിറ്റ്വീൻ, ഇവിടെ ഇൻ ബിറ്റ്വീൻ എന്നുള്ളൊരു കണ്ടീഷൻ വരും. അതായത് ഈ രണ്ട് റേഡിയസിൻ്റെ ഇടയിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ കാണാം, ഈ എക്സ്ക്ലൂഡ് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് റീജിയൻ്റെ ഉള്ളിലാണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ബി ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എ, അല്ലേ? അപ്പോൾ ഇസഡ് പ്ലെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇസഡ് പ്ലെയിൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഇസഡ് പ്ലെയിൻ റീജിയൻ എവിടെയാണ് ലൈ ചെയ്യുക? ഇസഡ് പ്ലെയിൻ്റെ റീജിയൻ കൺവേർജൻസ് വരുന്ന ഏതൊക്കെ റീജിയനിലാണ്? ഒന്ന് ഈ പറയുന്ന ഈ കാണുന്ന റീജിയനിൽ, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ. രണ്ടാമത്തത് എക്സ്റ്റീരിയർ ടു എ, എക്സ്റ്റീരിയർ ടു ഈ റീജിയനിൽ ROC ഉണ്ട്, റീജിയൻ ഓഫ് കൺവേർജൻസ്. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ കാണിക്കുന്നത് റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ്. അതേ സമയം മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ മോഡുലസ് ഓഫ് എ, അതായത് ഇവിടെ കാണുന്ന ഈ ബി എന്ന് പറയുന്ന ഇൻറ്റീരിയർ സർക്കിളും ഇന്നർ സർക്കിളിൻ്റെ റേഡിയസും എ എന്ന് പറയുന്ന ഔട്ടർ സർക്കിളിൻ്റെ ഇടയിൽ വരുന്ന ഈ ഷെയ്ഡ് ഇല്ലാത്ത പോർഷൻ, ഇത് റീജിയൻ ഓഫ് കൺവേർജൻസ് ഇല്ല. ഇവിടെ റീജിയൻ ഓഫ് കൺവേർജൻസ് ഇല്ലാത്ത ഏരിയയാണ്. ഇപ്പോൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഷെയ്ഡഡ് റീജിയൻ, ഇവിടെയും എക്സ്റ്റീരിയറും ഈ ഔട്ടർ സർക്കിളിൻ്റെ എക്സ്റ്റീരിയറും മാത്രമാണ് ROC ഉള്ളത്. രണ്ടാമത്തത് കണ്ടീഷൻ എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഷെയ്ഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് ഇവിടെ എക്സ്റ്റീരിയർ സർക്കിൾ നമുക്ക് ബി എന്നെടുക്കാം, ഇന്നർ സർക്കിൾ എ എന്നെടുക്കാം. ഇനി ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇസഡ് പ്ലെയിൻ ഇതാണ്, ഇസഡ് പ്ലെയിൻ ആണ്. ഇവിടെ മോഡുലസ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് എ. അതാണ് ഇവിടെ വരച്ചിരിക്കണേ. ഇപ്പോൾ മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് ഇതാണ്, ഔട്ടർ സർക്കിളാണ്. അത് ഗ്രേറ്റർ ദാൻ എ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഇന്നർ സർക്കിളാവും. ഇവിടെ മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ എ എന്ന് പറയുമ്പോൾ എ ഔട്ടർ സർക്കിളും ബി ഇന്നർ സർക്കിളുമാണ്. അതേസമയം ഇവിടെ നേരെ തിരിച്ച് മോഡുലസ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ എ ആകുമ്പോൾ ബി ഔട്ടർ സർക്കിളും എ എന്ന് പറയുന്ന ഇന്നർ സർക്കിളുമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റീജിയൻ ഓഫ് കൺവേർജൻസിന് എന്ത് സംഭവിക്കും? റീജിയൻ ഓഫ് കൺവേർജൻസ് മാറും. അതായത് ഇവിടെയും
ഇവിടെയായിരുന്നു ആദ്യം റീജിയൻ ഓഫ് കൺവേർജൻസ് എങ്കിൽ അത് നേരെ തിരിച്ച് ഈ രണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ ഈ റിങ്ങിലായിരിക്കും റീജിയൻ ഓഫ് കൺവേർജൻസ് വരിക. അതായത് ഇങ്ങനെ വരും. റീജിയൻ ഓഫ് കൺവേർജൻസ് വിൽ ബി ഇൻ ബിറ്റ്വീൻ ദ സർക്കിൾസ് എ ഹാവിങ് റേഡിയസ് എ ആൻഡ് ബി. ഇങ്ങനെ കിട്ടുക റീജിയൻ ഓഫ് കൺവേർജൻസ്. സോ ദിസ് ഈസ് ദ റീജിയൻ ഓഫ് കൺവേർജൻസ്. അതിൻ്റെ റീസൺ അങ്ങനെ കിട്ടാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്ന മോഡുലസ് ഓഫ് എനേക്കാളും ഗ്രേറ്റർ ആവുന്ന സമയത്ത്, അപ്പോൾ ഈ റീജിയൻ നേരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതേസമയം ഈ റീജിയൻ നേരെ സ്ട്രിങ്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ ആക്ഷൻ എങ്ങനെയായിരിക്കും? ഈ റീജിയൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതിൻ്റെ ഷെയ്ഡഡ് പോർഷൻ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ റീജിയൻ നേരെ ഷ്രിങ്ക് ചെയ്ത് വരുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഔട്ട്സൈഡ് വരുന്ന റീജിയൻ, അതായത് എ എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഔട്ട്സൈഡ് വരുന്ന റീജിയനാണ് ഈ കാണുന്ന റീജിയൻ, അത് അവിടെ നിൽക്കുന്നു. ബി എന്ന് പറയുന്ന റീജിയൻ്റെ ഉള്ളിൽ കാണുന്ന റീജിയനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഇവിടെയും അങ്ങനെ തന്നെയാണ്. എ എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഔട്ട്സൈഡാണ് ഈ റീജിയൻ. ആ റീജിയൻ ഇവിടെയുണ്ട്, കാണാം. ഇതാണ് എ എന്ന് പറയുന്ന റീജിയൻ്റെ സർക്കിളിൻ്റെ ഔട്ട്സൈഡുള്ള റീജിയനാണ് ഈ കാണുന്നത്. ഇനി ബി എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഉള്ളിലുള്ള റീജിയനാണ് ഇവിടെയുള്ളത്, അത് തന്നെയാണ് ഇവിടെയുള്ളത്. ബി എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഉള്ളിലുള്ള റീജിയനാണിത്. അപ്പോൾ ഇതിൻ്റെ എൻഡിൻ്റെ ഇടയിൽ വരുന്ന ഈ റിങ് ആയിരിക്കും ഇവിടെ റീജിയൻ ഓഫ് കൺവേർജൻസ്. സോ ദ റീജിയൻ ഓഫ് കൺവേർജൻസ് ഇസ് ദ ഇൻ ബിറ്റ്വീൻ ദ two circles. So here we can note the region of convergence. So this is the region of convergence. Okay, and this is ROC and region of convergence ഇവിടെ കിട്ടുന്നത്. ഷെയ്ഡഡ് പോർഷനാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ഇത് സെൻറ്റൻസ് ഫോമിലൊന്ന് എഴുതാം. If modulus of B is less than modulus of A, comma, ആദ്യത്തെ ഫിഗർ modulus of B less than modulus of A, comma, the two ROCs do not overlap as shown in figure 1. ഇത് ഫിഗർ 1 എന്നും ഇത് ഫിഗർ 2 എന്ന് മാർക്ക് ചെയ്യാം. as shown in figure 1. and x of z and capital X of z exists, capital X of exists. അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് ബി ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എ ആവുന്ന സമയത്ത് ഇവിടെ ROCs ഓവർലാപ്പ് ചെയ്യുന്നില്ല. എക്സ് ഓഫ് ഇസഡ്, ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ദെൻ അഗെയിൻ ഇഫ് modulus of B, if modulus of B is less, modulus of B is greater than, if modulus of B is greater than modulus of A, comma, the two ROCs overlap as shown in figure 2. ഇവിടെ നമുക്ക് കാണാം രണ്ട് ROCകളും ഓവർലാപ്പ് ചെയ്യുന്ന ഈ ഷെയ്ഡഡ് പോർഷൻ ഓവർലാപ്പിംഗ് ആണ് കാണിക്കുന്നത് റീജിയൻ. ആൻഡ് എക്സ് ഓഫ് ഇസഡ് എക്സിസ്, ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് എക്സിസ്റ്റ്സ്.
Now, so combining these two figures, we can write combining these two conditions. ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് കമ്പൈൻ ചെയ്യാം. അതായത് മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ മോഡുലസ് ഓഫ് എ, മോഡുലസ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ മോഡുലസ്. ഈ രണ്ട് കണ്ടീഷൻ അനുസരിച്ച് രണ്ട് ഫിഗർ ഉണ്ട്. ഈ രണ്ട് ഫിഗറും കൂടെ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് so the ROC, region of convergence of capital X of Z is modulus of, അത് രണ്ട് കമ്പൈൻ ചെയ്ത് എഴുതാം. ഇവിടെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് മോഡുലസ് ഓഫ് ബി ഈസ് ലെസ് ദാൻ എ, ഒന്ന് മോഡുലസ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ എ. ഇനി ഇവിടെ ഇസഡിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിനനുസരിച്ച് നമുക്ക് പറയാം. അതിൻ്റെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എയും മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി, ഈ കണ്ടീഷൻ കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ, മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബി കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസഡ് അല്ലേ. ഇപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ എഴുതാം. മോഡുലസ് ഓഫ് എ ഈസ് ലെസ് ദാൻ ഇസഡ് എന്ന് എഴുതാം. മോഡുലസ് ഓഫ് എ ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് എഴുതാം. ഇതിൽ നിന്ന് തിരിച്ച് ഇവിടെ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് അതങ്ങനെ അത് പ്രശ്നമില്ല, അത് തന്നെ എഴുതാം. മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് ബി എന്നും എഴുതാം, സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് ഈ ഇസഡ് കണ്ടീഷൻസ് നമ്മൾ ഇസഡ് കൂടെ അതിനകത്ത് കൊണ്ടുവരികയാണ്, കമ്പൈൻ ചെയ്ത് ഇത് രണ്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് വി ഗെറ്റ്, സോ ദി ROC ഓഫ് എക്സ് ഓഫ് ഇസഡ് ഈസ് മോഡുലസ് ഓഫ് എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ മോഡുലസ് ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പുറത്ത് എഴുതിയിട്ടുള്ള കണ്ടീഷൻ. അത് കമ്പൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കണ്ടീഷൻ കൂടെ ഒറ്റ സ്ട്രെച്ചിൽ എഴുതി. മോഡുലസ് ഓഫ് എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ മോഡുലസ് ഓഫ് ബി. Okay, so that is for an infinite duration, two-sided signal, the ROC or region of convergence is a ring in the Z plane. Now we can write, ഇപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ് എന്താ കിട്ടിയത്? ലെറ്റ്സ് മൂവ് ടു ദ പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് ഫൈനൽ ആൻസർ നമ്മൾ ഇതാണ് കിട്ടിയത്. ദാറ്റ് ഈസ് ഇസഡ് ഈക്വൽ എക്സ് ഓഫ് ഇസഡ്, ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ. ROC ഈസ് മോഡുലസ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ. ഈ റിസൾട്ട് നമുക്ക് അപ്പുറത്തേക്ക് എടുത്ത് എഴുതാം, ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. സെക്കൻഡ് പ്രോബ്ലത്തിൻ്റെ റിസൾട്ട് എന്താണ്? സെക്കൻഡ് പ്രോബ്ലത്തിലെ റിസൾട്ട് കിട്ടിയത് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി, വേർ മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ബി. ഓക്കെ, അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് എഴുതി. നമ്മൾ ഈ ലിമിറ്റ് ഇവിടെ ഇസഡിൻ്റെ ലിമിറ്റ് നമ്മൾ അവിടെ എഴുതി, ഇസഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞു, എ ബിയും ഇസഡും എഴുതി കഴിഞ്ഞു. ഇനി ഈ രണ്ട് എക്സ്പ്രഷൻ കൂടെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സീരീസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ടു സൈഡഡ് സീരീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വി ക്യാൻ കമ്പൈൻ ദിസ് ആൻഡ് റൈറ്റ് ആസ്
that is x of z, capital X of z equal to z by z minus a minus z by z minus b, z by z minus a minus z by z minus b. ഇവിടെ ഒരു മൈനസ് സൈൻ അഡീഷനായിട്ട് നിങ്ങൾക്ക് കാണാം. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ആ പ്രോബ്ലത്തിൽ, അതായത് സെക്കൻഡ് പ്രോബ്ലത്തിൽ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് ഓഫ്, അതായത് കിട്ടിയിരുന്ന എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു, നമുക്കിവിടെ കിട്ടിയത് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി എന്നുള്ള കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പ്രീവിയസ്ലി നമ്മുടെ ഇക്വേഷൻ ഒറിജിനൽ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന സീക്വൻസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ബി റേസ് ടു എൻ യു ഓഫ് എൻ മൈനസ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ഈ മൈനസ് ബി റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ എന്നാണ് സെക്കൻഡ് പ്രോബ്ലത്തിൽ ആക്ച്വലി ഉള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ തേർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ മൈനസ് സൈൻ ഇല്ല. അത് സ്ട്രൈറ്റ് അവേ നമ്മൾ ഈ ടു സൈഡഡ് സീക്വൻസ് എഴുതിയപ്പോൾ ഇത് ബി റേസ് ടു എന്നാണ്, മൈനസ് സൈൻ അവിടെ ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ നോക്കാം. തേർഡ് പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യനിൽ ഇവിടെ പ്ലസ് ആണ്, മൈനസ് ഇല്ല. പ്ലസ് ബി റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് പ്രോബ്ലത്തിൻ്റെ റിസൾട്ടിൽ ഒരു മൈനസ് സൈൻ അവിടെ ഇടേണ്ടി വരും. കാരണം ഇവിടെ ഈ റിസൾട്ട് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി എന്നുള്ള റിസൾട്ട് ആക്ച്വലി എന്തിൻ്റെയാണ്, ഇവിടുത്തെ ഇത് മൈനസ് സൈൻ ഉള്ളപ്പോഴാണ്. മൈനസ് സൈൻ ഉള്ള സമയത്താണ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി എങ്കിൽ ഇവിടെ തേർഡ് പ്രോബ്ലത്തിൽ അത് പ്ലസ് സൈൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു മൈനസ് സൈൻ ഇടണം. ദിസ് ബിക്കംസ് മൈനസ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. ഈ സ്റ്റെപ്സ് തന്നെ വീണ്ടും റിപ്പീറ്റേഷനായിട്ട് വരും. ഇവിടെ എടുത്ത അതേ ഇക്വേഷൻസ് നമുക്ക് അവിടെ റിപ്പീറ്റഡായിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ കിട്ടും. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് അവേ അത് ചെയ്ത് നോക്കാം. അതിൽ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും. സോ ദിസ് ബിക്കംസ് മൈനസ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി. ഓക്കെ, ഇതാണ് നമുക്ക് ഫൈനലി ആൻസർ കിട്ടുന്നത്. ആൻഡ് റീജിയൻ ഓഫ് കൺവേർജൻസ് കണ്ടീഷൻ ഇസ് ROC. ഇത് തന്നെ നമുക്കൊന്നുകൂടെ എടുത്തെഴുതാം. ഈ മോഡുലസ് ഓഫ് ഇസഡ്, മോഡുലസ് ഓഫ് എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ മോഡുലസ് ഓഫ് ബി. ദിസ് ROC ഈസ് മോഡുലസ് ഓഫ് എ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ മോഡുലസ് ഓഫ് ബി. So this completes the problem. So we will continue in the next class. Thanks for watching the video.